بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يبيتون لربهم سجدا وقياما، والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر. لا تنسني إذ ذاك في تلك الضرر، قد جئت بابك راجيا نيل الظفر. بنوالكم يا مصطفى لا ينكسر، قلبي بعودي خائبا مع من خسر. لو جاء إلى الكرماء من يشكو العسر، بالافتقار فلا يعود بلا يسر. هل من كريم مثلكم في من غبر، أو من يجي لا وحق المقتدر. يا رب صل على النبي محمد، منجي الخلائق من جهنم في غدي. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, നേതാക്കളെ, മുതഅല്ലിമുകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കൾക്ക് എണ്ണിപ്പറഞ്ഞ അടയാളങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ ഇന്നലെ നാം ചുരുക്കി വിവരിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
അത് കൊണ്ടു നടക്കാൻ വലിയ തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതും പകർക്കുന്നതും നമ്മുടെ ജീവിതത്തിലും പാരത്രിക ലോകത്തും എല്ലാവിധ ഗുണങ്ങൾക്കും വലിയ നിമിത്തമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആ മഹാന്മാരായ ആളുകൾക്ക് പറഞ്ഞ രണ്ട് സ്വഭാവങ്ങളിൽ നമ്മൾ ഇന്നലെ എണ്ണിപ്പറഞ്ഞത് വിനയവും സഹിഷ്ണുതയുമാണ്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് കാണാൻ പറ്റുന്ന ഒരു സമയം പകലാണ്. നേരെ ഇപ്പുറത്ത് ഇനി എണ്ണാൻ പോകുന്നത് അവരുടെ രാത്രിയെ പറ്റിയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. മഹാന്മാരുടെ രാത്രികൾ അത് പഠിക്കുക തന്നെ വേണം. അവരുടെ രാത്രി വല്ലാത്ത സംഭവമാണ്. നമ്മുടെ ആളുകളുടെ ഇന്നത്തെ രാവുകളെ സംബന്ധിച്ച് വ്യാകുലതകളും പരാതികളും ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രമേ ഉള്ളൂ. അവരുടെ രാത്രി കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് അതിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. അവരെ പഠനം മുതൽക്ക് തുടങ്ങി രാത്രിയെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തീർക്കാനുള്ള കഠിന ശ്രമവും അത് തകർക്കാൻ വരുന്ന സ്വേച്ഛതയെയും പൈശാചികതയെയും പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും ചെറുപ്പത്തിൽ തന്നെ അവരാരംഭിച്ചു. പഠിക്കുന്ന കാലം മുതൽക്കേ അവരെങ്ങനെ ആരംഭിച്ചു എന്ന് പറയാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ജീവിതത്തിൽ ഏറ്റവും സുവർണകാലമായി കണക്കാക്കാൻ കഴിയുന്ന ഒരു കാലമാണ് പഠനകാലം. ഒട്ടേറെ മഹാന്മാരുണ്ട്. ശരീരത്തിന്റെ ആഗ്രഹം ഉറക്കമാണ്, അല്ലെങ്കിൽ ക്ഷീണം മാറ്റലാണ്, അല്ലെങ്കിൽ തൂക്കിയുറക്കാണ്. ഇതൊക്കെ വരും. അതിനെ വകഞ്ഞു മാറ്റിയിട്ട് ഇൽമുമായി സന്ധിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അങ്ങനെ ആ ഒരു വിജ്ഞാനത്തിന്റെ ലഹരി എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു മാസ്മരിക സ്വഭാവം മനസ്സിലേക്ക് വല്ലാതെ പിടിച്ച് അവരങ്ങോട്ട് ഇരുത്തിയപ്പോ പിന്നെ അവർക്ക് രാവും പകലൊക്കെ ഒരുപോലെയായി. പകലിനേക്കാളും സൗന്ദര്യം രാത്രിക്ക്, രാത്രിക്കാളും സൗന്ദര്യം പകലിന്. ഇത് പറഞ്ഞപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീന യബീതൂന എന്നുള്ള ഈ തലക്കെട്ട് തുടങ്ങുമ്പോ ഇതുവരെ പറഞ്ഞത് അവരുടെ പകലിലുള്ള ജീവിത ശൈലിയാണ്. രണ്ട് രൂപത്തിലാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ഒന്ന് തർക്കുൽ ഈദാ, മറ്റൊരാൾക്കും ശല്യം ചെയ്യാത്ത ജീവിതം. അതാണ് ആദ്യം പറഞ്ഞത്. യംശൂന അലൽ അർളി ഹൗന. ആർക്കും ഒരു ശല്യം അവരെ കൊണ്ടുണ്ടാവില്ല പകൽ ജീവിതത്തിൽ. രണ്ടാമതായി പറഞ്ഞു സഹിഷ്ണുത, സഹിക്കാനുള്ള കഴിവ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാം. അപ്പൊ ഇത് രണ്ടും സൃഷ്ടികളോടൊപ്പം പകലിൽ അവരുടെ സമ്പർക്കത്തിന്റെ ശൈലിയാണ്. സഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമാണ് കരുതരുത്. ഹദീസിലുണ്ട്, ഖാദൽ ഹലീമു അൻ യകൂന നബിയ്യ സദഖ റസൂലുള്ളാഹി. സഹനശീലമുള്ള മനുഷ്യൻ നബിമാരുടെ പദവിയോട് അടുത്ത പദവിയുള്ള. അത് ചില വീട്ടിലെ സഹോദരിമാർക്ക് ലഭിക്കും, ചില വീട്ടിലെ സഹോദരങ്ങൾക്ക് ലഭിക്കും. കാരണം രണ്ട് ഭാഗത്തായിരിക്കും സഹനത്തിന്റെ വിഷയം ഉണ്ടാകുക. സഹിക്ക, കടിച്ചു പിടിച്ച് സഹിക്ക. ആ സഹനത്തിൽ രോഗം സഹിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം സഹിക്കുന്നവരുണ്ട്, ജനങ്ങളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ സഹിക്കുന്നവരുണ്ട്,
നന്മയുടെ മുഖങ്ങളിൽ സജീവമായതുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് വരുന്ന പോറലുകളൊക്കെ സഹിക്കുന്നവർ എല്ലാം ഇതിൽപ്പെട്ടു. വല്ലാത്ത സഹനം, എല്ലാ സഹനങ്ങളും ഒരുമിച്ചുകൂടി സഹിച്ച നേതാവാണ് സയ്യിദുൽ അംബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് എല്ലാവിധ സഹനവും. വല്ലാത്ത സഹനാണ്. ഖാദൽ ഹലീമു അൻ യകൂന നബിയ എന്ന് തങ്ങൾ പലപ്പോഴും സഹാബത്തിനെ പറഞ്ഞു പഠിപ്പിച്ചൊരു ഹദീസാണ്. ചീത്ത പറയാൻ വേണ്ടി വരുന്ന ആളുകള് ചീത്ത പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്ക് ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകളൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, അതവരെ മഹബത്താണ്. നമ്മളവരെ താന്ന സ്റ്റേജായി പറയല്ല, നഅൂദുബില്ലാ, അവരെ മഹബത്തിന്റെ ആ മൂർച്ചയാണ്. ഞങ്ങളെ സദസ്സിൽ വെച്ച് ഇങ്ങനെ, അതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹിക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിൽ അവർ എഴുന്നേൽക്കും. അപ്പൊ എല്ലാവരെയും അവിടെ ഇരിക്കൂ. ഖാദൽ ഹലീമു അൻ യകൂന നബിയ. സഹന സ്വഭാവമുള്ള ആള് നബിമാരുടെ ദറജയോട് അടുത്ത ആളാണ്. ഇരിക്കൂ നിങ്ങൾ. ചിലപ്പോൾ ചില സദസ്സിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോ സ്വഹാബത്തിന് തീരെ രസിക്കൂല. ചോദ്യകർത്താവ് ഒരുപക്ഷെ ചോദിക്കുന്നത് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ ആ ചോദ്യം അങ്ങേയറ്റത്തെ ബഹുമാനക്കേടായിരിക്കും. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഒരു ദിവസം വന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട്, നബിയെ എനിക്ക് വ്യഭിചാരത്തിന് സമ്മതം തരുമോ? സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് നാല് ഭാഗത്തുനിന്ന് എഴുന്നേറ്റില്ലേ, അവരൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി തങ്ങൾ ഇരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു. ആ ചോദ്യത്തിന് തങ്ങൾ പറഞ്ഞ ഉത്തരം ആ വിഷയ സംബന്ധമായുള്ള ആയത്ത് വരും, സമയമെങ്കിൽ അവിടെ പറയാം, അല്ലെ പിന്നെ എവിടെന്നെങ്കിലും പഠിക്കും. ഉത്തരം ചോദിച്ച് തങ്ങളിൽ മറുപടി റെഡിയാക്കി വിട്ടു. മറ്റൊരു സന്ദർഭത്തിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വാക്കേറ്റത്തിന്റെ വക്കിലാണ്, ഔസും ഖസ്റജും. അവിടൊക്കെ തങ്ങളെ ശൈലി നമ്മൾ പഠിക്കേണ്ട ശൈലി തന്നെയാണ്. കുടുംബങ്ങളിലൊക്കെ വരും അങ്ങനെ. ആ രണ്ട് കൂട്ടരെയും ഒരേ രൂപത്തിൽ ഇരുത്തി സമാധാനിപ്പിച്ച് പ്രശ്നമില്ലാതെ പറഞ്ഞു. അവരോട് സഹിക്കാനുള്ള രൂപഭാവങ്ങളൊക്കെ തങ്ങൾ ശരിക്കും പകർത്തി കാണിച്ചു. അതുകൊണ്ടാണ് സഹനത്തെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞത്, യബ്ലുഗുൽ ഹലീമു ബിഹിൽമിഹി മാ ലാ യബ്ലുഗുഹു സ്വായിമുൽ ഖായിം. യബ്ലുഗുൽ ഹലീമു ബിഹിൽമിഹി, സഹിഷ്ണുതയുള്ള മനുഷ്യൻ അവന്റെ സഹനം കൊണ്ട് എത്തിക്കും. മാ ലാ യബ്ലുഗുഹു സ്വായിമുൽ ഖായിം, എന്നും നോമ്പ് നോൽക്കുന്ന, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആള് എത്തിക്കാത്ത അത്രയും വലിയ സ്ഥാനം സഹനം കൊണ്ട് സഹനശീലൻ എത്തിക്കും. അപ്പൊ അവര് ദർജ മുകളിലായി. ഇത് ചെറിയ അടയാളായി കണക്കൂട്ടരുത്. സഹിക്കണം. സഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്വർഗം തരാന്ന് പറഞ്ഞൊരു സഹോദരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഞാൻ അപസ്മാര രോഗിയായിട്ട് ഇങ്ങനെ വീഴ, നബിയെ എന്റെ രോഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഒരുപാട് രോഗങ്ങൾ മാറാൻ തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. എല്ലാ രോഗവും മാറൂല. ചിലത് മാറണ്ടെന്ന് അല്ലാതെ നിശ്ചയെങ്കിൽ മാറൂലല്ലോ. മാറോ? ഇത് നമുക്ക് തിരുത്താൻ മാറണ്ടെന്നാള് പടച്ച റബ്ബ് നിശ്ചയിച്ചില്ലെങ്കിൽ അത് മാറൂലല്ലോ. അപ്പൊ ആ പെണ്ണിനോട്, ആ മഹദിയോട് തങ്ങൾ പറഞ്ഞു, ഇൻ ശിഅ്തി സ്വബർതി ഫലകിൽ ജന്ന, ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. അപസ്മാര രോഗം ഇളകി ഞാനിങ്ങനെ വീയാണ് ജനങ്ങളെ മുന്നിൽ, നടക്കുന്നിടത്ത്, വീട്ടില്, പലയിടത്തും ഞാൻ വീഴുന്നുണ്ട്. ക്ഷമിക്കാൻ ഒരുക്കണ്ടോ? സ്വർഗം കിട്ടും. സ്വഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു ആ പെണ്ണിന്റെ മറുപടി കേട്ടു. യാ റസൂലല്ലാഹ് സ്വബർതു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ ആരോടും പരാതിപ്പെടൂല. എനിക്കുണ്ടാകുന്ന അപസ്മാര രോഗത്തിൽ എത്ര വീഴ്ച വീണാലും ഞാൻ ക്ഷമിച്ചു. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, ആ കാര്യത്തിന് തങ്ങൾ ദുആ ചെയ്തു തരണം. ഞാൻ എപ്പ വീഴുമ്പോഴും എന്റെ നഗ്നത വെളിവാകുന്നുണ്ട്. ഉദുല്ലാഹ അല്ലാ അതകശഫ, എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. സ്വഹാബത്ത് പറയുന്നു, പിന്നെ എപ്പോൾ ആ പെണ്ണ് വീഴുമ്പോഴും ശരീരത്തിന്റെ ഒരു ഭാഗവും കാണാറില്ല.
അവിടുത്തെ ദുആ അല്ലാഹു അങ്ങനെ തന്നെ ഖബൂൽ ചെയ്തു. പക്ഷേ ആ പെണ്ണ് നടക്കുമ്പോഴൊക്കെ സ്വഹാബത്ത് പറയും, സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു മഹദിയ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കാണണോ നോക്കിക്കോളൂ, അതാ സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ കാണണോ നോക്കിക്കോളൂ, അതാ. എന്താണ് ആ പെണ്ണിന്റെ സ്വർഗത്തിലേക്കുള്ള മേൽവിലാസം? സഹനം തന്നെ. പരാതിപ്പെടരുത്. ചെറിയ അസ്വസ്ഥത വരുമ്പോഴേക്ക് പടച്ച റബ്ബിനെ കുറ്റം പറയരുത്. അതിനു മുമ്പ് അള്ളാഹു തന്ന ആരോഗ്യം മറക്കരുത്. ആരോഗ്യത്തിൽ വേണ്ടതുപോലെ ശുക്ർ ചെയ്യാത്തതും മറക്കരുത്. കുറച്ചു കഴിഞ്ഞ് അനാരോഗ്യം വരുമ്പോഴേക്ക് അള്ളാഹുവിൽ വിശ്വാസം മാറരുത്. ധാരണ പിശകുണ്ടാകരുത്. പടച്ച റബ്ബ് എന്നെന്തേ ഇങ്ങനെ ചെയ്യാനെന്ന് ആലോചിക്കരുത്. സഹിക്കണം, ദുആ ചെയ്യണം, ക്ഷമിക്കണം. പകൽ ജീവിതത്തിൽ മഹാന്മാരുടെ സ്വഭാവം സൃഷ്ടികളോടൊപ്പമുള്ള സ്വഭാവമാണ് ഇത് രണ്ടും. എങ്കിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, രാത്രിയിൽ അവർ ഖാലിഖായ റബ്ബിന്റെ ഖിദ്മത്തിലാണ് രാത്രി. പകലിങ്ങനെ സൃഷ്ടികളോടൊപ്പം നടന്നില്ലേ, അതെന്നെ പോരെ മതി. പക്ഷെ രാത്രി അവർക്ക് കഴിവില്ല. രാത്രി അവർ ഖാലിഖായ റബ്ബിന്റെ ഖിദ്മത്ത്. അതിനെപ്പറ്റിയാണ് അല്ലാഹു പറയുന്നത്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. റബ്ബിന് വേണ്ടി അവരെ തീറ്റിപ്പോറ്റി വളർത്തി സംവിധാനിച്ച് ശിക്ഷണം നൽകുന്ന അല്ലാഹുവിന് വേണ്ടി രാത്രി അവർ രാപ്പാർക്കും. സുജ്ജദം വഖിയാമാ, സുജൂദിലും നൃത്തത്തിലുമായിട്ട്, അഥവാ നിസ്കരിക്കുന്നവരായിട്ട്. നിസ്കാരം അതിൽ മുഖ്യ വിഷയമായതുകൊണ്ട് നിസ്കാരം എണ്ണിയതാണ്. രാത്രി ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും പുണ്യമേറിയത് നിസ്കാരമാണ്. ഇതിന്റെ പിന്നിലുള്ളത് സഹോദരങ്ങളെ പലതും വരും. ദുആ വരും, ദിക്ർ വരും, സ്വലാത്ത് വരും, ഇൽമു കൊണ്ട് ശുഗലാകൽ വരും. അതുപോലെ മറ്റു ജനസേവന പ്രവർത്തനങ്ങൾ. രാത്രി അതിനുവേണ്ടി മാത്രം കച്ചകെട്ടിറങ്ങിയ മഹാന്മാർ ഒരുപാടുണ്ട്. എണ്ണിയാ തീരൂല. അവര് രാത്രി അങ്ങനെ ചെയ്തു എന്നുള്ളത് മരിക്കുമ്പോഴാ തിരിഞ്ഞ, അതുവരെ അറിഞ്ഞിട്ടില്ല. എന്താണ് അവരൊക്കെ രാത്രി? അല്ലാഹുവേ, രാത്രി ജനസേവന പ്രവർത്തനം ആരെങ്കിലും അറിയോ? ആരും അറിയില്ല. ആരും അറിയണ്ട. അല്ലാഹു തആല അറിയില്ലേ, അത് മതി. ഞാൻ മരിച്ച സമയത്ത് മിസ്കീന്മാരും ഫുഖറാവും വന്ന് പൊട്ടിക്കരയുമ്പോഴാണ് ഇത്രയും ആളുകൾ എന്താ ഈ മഹാനുഭാവന്റെ ഈ നിര്യാണത്തിൽ ഇങ്ങനെ കരയുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഇനി ഞങ്ങൾക്കാരാ ഭക്ഷണം കൊണ്ടുവരാൻ, ഞങ്ങൾക്കാരാണ് ജീവിതത്തിന് അത്യാവശ്യമുള്ള വസ്തുക്കളൊക്കെ വാങ്ങിത്തരാൻ. അപ്പൊ ആളുകൾ ചോദിക്കാണ്, നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നതും നിങ്ങൾക്ക് ഇതൊക്കെ തന്നിരുന്നതും ഈ വഫാത്തായി കിടക്കുന്ന മഹാനാണോ? അതെ. നിങ്ങൾക്കതിന് തെളിവ് വേണോ? അവർ പറയുന്നു, മുസ്കീന്മാര് പറയുന്നു, ഫക്കീറുമാര് പറയുന്നു, പലപ്പോഴും ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് വസ്ത്രമൊന്നും ധരിക്കാതെ ഒരു തുണി മാത്രം ധരിച്ച് രണ്ട് തോളിലും രണ്ട് കൊട്ടയേറ്റിയതിന്റെ അടയാളം കാണാം. നോക്കുമ്പോ ശരിയാണ്. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ജനാസ കുളിപ്പിക്കുന്ന നേരത്താണ് കുളിപ്പിക്കുന്ന ആളുകൾ ചോദിച്ചത്, എന്താണ് ഈ രണ്ട് കറുത്ത കല? രണ്ട് ചുമരിന്റെ ഭാഗത്തും രണ്ട് കറുത്ത അടയാളമുണ്ട്. കൊട്ടയേറ്റിയിട്ട് അവിടെ വന്ന തഴമ്പാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഏറ്റിക്കൊണ്ടുപോയതാണ്. ആരാന്നറിയോ? ആള് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയുടെ മകനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അത്ര ബഹുമാനായിരുന്നു ആ മഹാനുഭാവന് അറേബ്യയിലുടനീളം. ഹിശാം ബിൻ അബ്ദുൽ മലിക് രാജ്യം ഭരിക്കുന്ന കാലത്ത് 10,000-കണക്കിന് ആളുകൾ മത്താഫിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോഴും ഇഹ്റാമിന്റെ വേഷത്തിൽ അലി സൈനുൽ ആബിദീൻ തങ്ങൾ വരുമ്പോ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങളൊക്കെ മാറിക്കൊടുത്തു. എല്ലാരും മാറിക്കൊടുത്തു. രാജാവ് അപ്പുറത്തുണ്ട്, ഇതേ ഇഹ്റാമിന്റെ വേഷത്തിൽ രാജാവുണ്ട്.
രാജാവിനോട് കൂടുതലുള്ള ആളുകൾ ചോദിച്ചു, രാജാവേ, നിങ്ങൾക്ക് കിട്ടാത്ത ഇത്രയും വലിയ ബഹുമാനം ആർക്കാണ്? ആരാണ് ആ വരുന്നത്? ആ ചെറുപ്പക്കാരൻ ആരാണ്? രാജാവിന് ആളറിയും. പക്ഷെ രാജാവ് അറിഞ്ഞാലൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. രാജാവിന് ആ ബഹുമാനമൊന്നും കിട്ടിയില്ല. എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ലബ്ബൈക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നടക്കാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ബഹുമാനമൊന്നും ഇല്ലല്ലോ അവിടെ. പക്ഷെ ഈ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ നേരത്തെ അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇതാ ആള് വരുന്നുണ്ട് മാറിക്കൊടുക്കെന്ന് പറഞ്ഞൊന്നുമല്ല. അവരെ മനസ്സിനുള്ള ആ ബഹുമാനം പുറത്തേക്ക് പ്രതിഫലിച്ചു. മാറിക്കൊടുത്തു. രണ്ട് ഭാഗവും ഹജറുൽ അസ്വദ് മുത്തിയിട്ട് തവാഫ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ രാജാവ് പതുക്കെ ചോദിച്ച ആളോട് പറഞ്ഞു, എനിക്കറിയില്ല. അറിഞ്ഞിട്ടും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഫറസ്ദഖ് എന്ന കവി, നിനക്കറിയില്ലല്ലേ, ഈ വരുന്ന ആളെ അറിയില്ലല്ലേ, പാട്ട് പാടിയിട്ടുണ്ട് അറിയിച്ചു കൊടുത്തു. ഫറസ്ദഖിനെ ഭീഷണിപ്പെടുത്തി, നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ എന്നെ ഒന്നും ചെയ്യൂല, നീ എന്നെ ഒന്നും ചെയ്യൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു പേരക്കുട്ടി വന്നിട്ട് ജനങ്ങളിൽ നിന്ന് ബഹുമാനം കിട്ടിയപ്പോ മനസ്സിന് അത് വല്ലാതെ സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലേ. നിനക്ക് ദുനിയാവിന്റെ രാജപദവി അല്ലാഹു തആല തന്നപ്പോ പാടിക്കൊടുത്തു. ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു ഹാദാ ഇബ്നു ഫാത്തിമത്തിൻ ഇൻ കുൻത ജാഹിലഹു ബിജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖുതിമു ഹാദാ ഇബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിം മിൻ മഅശരിൻ ഹുബ്ബുഹും ദീനും വബുളുഹും കുഫറും വഖുർബുഹും മുൻജിൻ വമുഅ്തസമു. ധാരാന്നറിയ നിനക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണിത്. ഈ കുട്ടിയുടെ, ഈ വരുന്ന ചെറുപ്പക്കാരന്റെ, ഈ യുവാവിന്റെ വല്യുപ്പയെ കൊണ്ടാണ് അല്ലാഹു തആല നബിമാർക്ക് സമാപനം നൽകിയത്. അറിയില്ലല്ലേ? ഈ കാണുന്ന ഹില്ലും ഹറമും, ഈ കാണുന്ന ഭൂമിയും ആകാശവും ഒക്കെ അറിഞ്ഞിട്ട് നിനക്കറിയില്ലല്ലേ? ശരിക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ വലിയ മഹാനുഭാവന് പകലിങ്ങനെ നടക്കുന്ന കണ്ടാൽ ആളുകൾക്കൊന്നും തോന്നൂല. പക്ഷേ രാത്രി ചെയ്യുന്ന ജനസേവനം, അത് വഫാത്തിന്റെ അന്നാണ്. മിസ്കീന്മാര് പൊട്ടിക്കരഞ്ഞപ്പോ, ഫുഖറാ പൊട്ടിക്കരഞ്ഞപ്പോ ആളുകൾ, ഇത്രയും ആളുകൾ കരയാനുള്ള കാരണം അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്കിനി ആര് ഭക്ഷണം കൊണ്ടുവരും? ഉമ്മമാരെ, സഹോദരിമാരെ, സൈനബ് റളിയല്ലാഹു അൻഹയെ അറിയുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആദ്യമായി വഫാത്തായ മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ അവരാണ് ആദ്യം വഫാത്തായത്. തങ്ങളെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി വഫാത്തായ ശേഷമാണ് ആ വഫാത്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസമേ ഉണ്ടായിട്ടുള്ളൂ. ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആദ്യം വഫാത്തായത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. അവർക്ക് നാട്ടുകാര്, വീട്ടുകാര്, കുടുംബക്കാരൊക്കെ വിളിച്ചിരുന്ന പേര് ഉമ്മുൽ മസാകീൻ, മിസ്കീന്മാരുടെ മാതാവ്. രാത്രിയൊക്കെ അവർക്കുള്ള വേല എന്താണെന്നറിയാം? പാവപ്പെട്ട ആൾക്കാരെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. പകല് ജനങ്ങൾ കൊണ്ടുവന്ന ഹദിയകളൊക്കെ കൂട്ടിരു ഭാഗത്ത് വെക്കും, പാക്കാക്കി വെക്കും. എന്നിട്ട് ആ അടയാളം വെച്ചിരുന്ന അവർക്കറിയുന്ന വീട്ടിലേക്ക് ഇടവഴികളിലൂടെ പോയിട്ട് ഇതെത്തിച്ചു കൊടുക്കും. ആരാണ് അവരൊക്കെ? എത്രമാത്രം വലിയ മഹാന്മാരാണ്! ഖാലിഖായ റബ്ബുമായുള്ള ഖിദ്മത്തിലാണ് രാത്രി, സൗന്ദര്യമുള്ള രാത്രി. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രി അവരുടെ റബ്ബിന് വേണ്ടി രാപ്പാർക്കുന്നവർ. ഇൽമിലായിട്ട് രാപ്പാർക്കുന്നതും ഈ പറഞ്ഞതിൽ പെട്ടു. തടസ്സങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ അതിനൊരു കഴിവ് വേണം. ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. രാത്രി അങ്ങനെ കിതാബ് ഓതും. മഹാനവറുകൾക്ക് ഇടയ്ക്ക് ചെറിയ അസുഖങ്ങളൊക്കെ വന്നപ്പോ ബാപ്പയും കുടുംബക്കാരൊക്കെ വന്നൊക്കെ സന്ദർശിക്കാൻ വേണ്ടി അവരും അന്ന് പഠിക്കുന്ന സ്ഥാപനത്തിൽ തങ്ങി പോയില്ല. ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അവിടെ കൂടി. അവരൊക്കെ ഉറങ്ങാൻ. ഇമാം നബി റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടില്ല, കിതാബ് ഓതുക. കിതാബ് ഓതുമ്പോ
ഒരു നല്ല വേഷമൊക്കെ ധരിച്ച ഒരാൾ വന്ന് വാതിലിന് മുട്ടി. അന്തിപ്പാതിര നേരത്തെ എല്ലാരും ഉറങ്ങാണ്. ഒരു മുത്തഅല്ലിം മാത്രം കിതാബ് ഓതുമ്പോ ഒരാൾ വന്ന് മുട്ടി. ആരപ്പ ഈ നേരത്ത്? ആദ്യം ഒളു ഉണ്ടാക്കുന്ന അവിടെ കുറെ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷെ അവിടേക്കൊന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയില്ല. ഒച്ചപ്പാടുണ്ടാക്കുന്ന ആള് ലക്ഷ്യം. ഈ ഒച്ചപ്പാട് കേട്ട് മറ്റാൾ വന്ന ഓത്ത് മുടങ്ങുമല്ലോ, മുടങ്ങട്ടെ എഴുതിട്ട. ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റില്ല. ഓതല്ലേ, കിതാബുകൾ ഓതല്ലേ, എന്തിനു എഴുന്നേൽക്കണം? പിന്നെ വാതിൽ മുട്ടി. വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വന്നു. ഇവരൊക്കെ ഉറക്കം കെടുത്തിയിട്ട് മോനെ എങ്ങനെ ഓതണം, ഒന്ന് ഉറങ്ങിക്കൂടെ, രാത്രി ഇത്രയും നേരായില്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരാണ് എന്റെ മനസ്സിൽ അപ്പോൾ ഉദിച്ചു, ഈ ഓത്ത് സ്വീപ്പാക്കാൻ വരുന്ന ആള് നല്ല ലക്ഷണങ്ങളാണ്. ഇത് ഇബ്ലീസാണോ, ഇബ്ലീസാണോ എന്ന് മഹാനവറുകളുടെ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചു. ഉടനെ പറഞ്ഞു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആരാ നിങ്ങളെന്ന് ചോദിച്ചു. ഞാൻ ആരാ മോനറിയണ്ട, ഞാനൊരു വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ചൊല്ലി ഔദില്ലേ പാള് ബേക്കോട്ട് അങ്ങനെ പോകുന്നു. പിന്നെ ദിക്ർ അങ്ങോട്ട് ചൊല്ലി, ചൊല്ലലോട് ചൊല്ലല്. കുറച്ച് കഴിഞ്ഞ ആള് പെട്ടെന്ന് 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 ഇറങ്ങി. പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോ മഹാനവറുകൾക്ക് ഉറപ്പായി ഇത് ശൈത്താൻ തന്നെയാണ്. എന്റെ ഓത്ത് നിർത്താൻ വേണ്ടി വന്ന ആൾ തന്നെയാണ്, ശൈത്താൻ തന്നെയാണ്. പിന്നെ ബാപ്പാനെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നു, ഞാൻ ഓതുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാപ്പം ഇങ്ങനെ രാത്രി ഇങ്ങനെ ഓതുന്നത്, അതൊക്കെ നിർത്തി ഒന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പുറത്തും അവിടെ ഇവിടെയൊക്കെ പോയി തിരഞ്ഞു, ആളെ കണ്ടില്ല. അപ്പൊ അവര് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല, ഇനി അങ്ങനെ വല്ല വിഷയം ഉണ്ടെങ്കിൽ രൂപം കാണുമ്പോഴേക്ക് വിളിച്ചാൽ മതി, ഞങ്ങളും കൂടെ ചെല്ലേണ്ട ദിക്ർ എന്ന് പറഞ്ഞു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ദിക്ർ ചൊല്ലിയപ്പോ പിന്നെ ആള് പതുക്കെ 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 പുറത്തു പോയി. പിന്നെ ആള് രൂപം തന്നെ കാണാനില്ല. കണ്ട, അപ്പൊ ആ ഓത്ത് മുടക്കാന്നുള്ളതാണ് അവിടെ ആ ശൈത്താന്റെ ശ്രമം. അതാണ് മഹാനവറുകൾ ഔദും ചൊല്ലി ദിക്റും ചൊല്ലിയിട്ട് ആളെ ആട്ടിവിട്ടത്. ഒത്തു മുടക്കാൻ പാടില്ല. കിതാബ് ഓതനല്ലേ. അല്ലാഹു തആലക്ക് അത്ര വലിയ ഇഷ്ടമുള്ള സംഗതി വേറെന്താ ഉള്ളത്? രാത്രി കിതാബ് ഓതുകയാണ്. കിതാബ് ഓതി 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 നേരം വെളുത്തത് അറിഞ്ഞില്ല. കിതാബ് എഴുതി 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 സുബ്ഹിന്റെ നേരമായപ്പോ ഖാദിം വന്നിട്ട് പറഞ്ഞു, സുബ്ഹി ആയിട്ടുണ്ട്, നിസ്കരിക്കാൻ നേരമായിട്ടുണ്ട്. അങ്ങനെയാണ് ചില മഹാന്മാരൊക്കെ എഴുത്ത് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അവരാ അനുഭവിക്കുന്ന രാത്രിയിലെ ആ ഇബാദത്തിന്റെ ആനന്ദം അത്ര വലുതാണ്. ഒരേ നൃത്തം നിന്നിട്ട് ദുആ ചെയ്ത് സുബ്ഹിന്റെ നേരത്ത് വാങ്ങി വിളിക്കാൻ വേണ്ടി പള്ളിയിലെത്തുന്ന ഹുസൈൻ എന്ന് പറയുന്ന മുഅദ്ദിൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തിയപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, വിളക്ക് കെടുത്താൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ വിളക്ക് കെടുത്തണ്ട, ഞാൻ പോകുമ്പോ കെടുത്തിക്കൊള്ളാം. ഉസ്താദേ, പോകാൻ വന്നതല്ല, വാങ്ങി വിളിക്കാൻ വന്നതാണ്. വിളക്കിൽ എണ്ണ തീർന്നിട്ടുണ്ട്, സുബ്ഹിയായി. ഇശാ നിസ്കാരത്തിന്റെ ശേഷം പള്ളി മിഹ്റാബിന്റെ മുന്നിൽ നിന്നൊരു നൃത്തമാണ്. ആ ഉസ്താദ് പള്ളിയിലേക്ക് വരുമ്പോ കേൾക്കുന്ന ശബ്ദം, താടി ഇങ്ങനെ പിടിച്ചിട്ട് അബൂ ഹനീഫ തങ്ങൾ പറയുന്നുണ്ട്, യാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തി ഖൈരിൻ ഖൈറാ വയാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തി ശർരിൻ ശർറാ അജിർ അബ്ദകൻ നുഅ്മാന മിനന്നാർ. അല്ലാഹുവേ, ഒരു ചെറിയ അണുമണി തൂക്കം നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും ഫലം കൊടുക്കുന്ന അല്ലാഹുവേ, നിന്റെ പാവപ്പെട്ട അടിമയായ നുഅ്മാനിനെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം അല്ലാഹ്. താടിക്കും പിടിച്ചിട്ട് ഈ ദുആ അങ്ങനെ നടത്തുന്നുണ്ട്. താടി രോമങ്ങളൊക്കെ നനഞ്ഞു കുളിർത്ത് രോമങ്ങളിലൂടെ വെള്ളം മാറിലേക്ക് ഒഴുകിയിട്ട് മാറൊക്കെ നനഞ്ഞിട്ടുണ്ട്. രാത്രി ഇത്രയും നേരം നിന്ന് അള്ളാഹുവിനോട് ദ്വാർക്കുമ്പോൾ അവരുടെ മനസ്സും പടച്ച റബ്ബിനോടുള്ള ദുആവും തമ്മിലുള്ള ബന്ധത്തിന്റെ വില എത്രയാണ്, അവരാസ്വദിച്ച രാത്രിയുടെ മൂല്യം എത്രയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ
ഖാലിഖായ റബ്ബിന്റെ ഖിദ്മത്തിലാകട്ടെ രാത്രി എന്ന് വിചാരിച്ച് രാത്രി മുഴുവനും ഖിദ്മത്തിന് വേണ്ടി ചെലവഴിച്ച മഹാന്മാർ മുഴുവനായിട്ടും അങ്ങനെ ചെലവഴിച്ചവരുണ്ട്. രാത്രി ഫുള്ളായിട്ട് അവർ ഹയാത്താക്കുന്നു. കുല്ലൻ ഔ ബഅലൻ ബിസ്സലാഹ്, നിസ്കരിച്ചിട്ട് രാത്രി ഹയാത്താക്കുക. പൂർണ്ണമായിട്ടും അങ്ങനെ കുറെ കൊല്ലം നിന്നവരുണ്ട്, ഭാഗികമായിട്ട് നിന്നവരുണ്ട്, അങ്ങനെയുണ്ട് കുറെ ആളുകൾ. മുഴുവനായിട്ടും അങ്ങനെ സാധിച്ച ആളുകളുണ്ട്. അത് അവര് സെലക്ട് ചെയ്യുന്ന ഒരു സുഹൃതമാണ്. ഇത് ഈ പറയുന്നത് നിർബന്ധമായ സംഗതിയല്ല. പക്ഷേ നിർബന്ധം പോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരുന്ന ഒരു സംഗതിയാണ് ഈ രാത്രി നിസ്കാരം, രാത്രിയിലെ ഇബാദത്ത്. കുറച്ചെങ്കിലും പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കുറച്ചെങ്കിലും 4-5 മണിക്കൂറൊക്കെ ഉറങ്ങിയാലും പിന്നെ സമയം ഉണ്ടല്ലോ കുറച്ചുകൂടി. കുറച്ചെങ്കിലൊക്കെ ഒരു 2 റക്അത്തെങ്കിലും ഒന്ന് ദായിമായി നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ. അതിന് ചില മാർഗങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഞാനത് പറയാം. നമ്മളെ ഈ ആമീനും കൊണ്ട് ഒരു നിയ്യത്തൊണ്ടും മാത്രം നടക്കൂല. ചില സംഗതികൾ പകൽ ശ്രദ്ധിക്കണം, ചില സംഗതി രാത്രി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചെങ്കിലേ അത് കിട്ടുള്ളൂ, ദായിമായി കൊണ്ടുനടക്കാൻ കഴിയും. അതിൽ ഏതെങ്കിലും ഒന്ന് 2 അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ അത് അന്ന് മുറിഞ്ഞുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ. ചില ആൾക്കാരൊക്കെ റമദാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ശവ്വാൽ ആവുമ്പോൾ അവസാനിക്കും. ചില റമദാൻ ഇങ്ങനെ പോയി ശവ്വാലൊക്കെ ഇങ്ങനെ പോയി കുറച്ച് ഒരു കല്യാണം വന്നപ്പോ കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അങ്ങനെയല്ലേ? അത് പതിവായി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് അതിന്റെ കഴിവ്. രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ചിലപ്പോൾ റമദാനിലൊക്കെ ഹയാത്താക്കാൻ ആൾക്കാർ വരും. പക്ഷെ പള്ളിയിൽ വന്ന് നോക്കുമ്പോ അവരൊക്കെ മൗത്തായിട്ടുണ്ടാവും. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല. ഉറക്ക് എന്നുള്ളത് മൗത്തല്ലേ? മൗത്താണ്. ഉറക്കം അത് മരണമാണ്. അതുകൊണ്ടല്ലേ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ ഉത്തരം പറഞ്ഞത് അങ്ങനെ. നബിയെ സ്വർഗത്തിൽ ഉറക്കണ്ടോന്ന് ചോദിച്ചു. സ്വർഗത്തിലുള്ള ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ സൂക്കുണ്ടോ? അപ്പൊ സൂക്കുണ്ട്. കച്ചവടക്കാരാ ചോദിച്ചത്. സൂക്കുണ്ടോ? അപ്പൊ കച്ചവടക്കാർക്ക് വലിയ സന്തോഷം. അപ്പൊ ഒരു കൂട്ടർ ചോദിച്ചു, നബിയെ കൃഷിസ്ഥലം ഉണ്ടോ? ഒരു കർഷകരാണ്. ഓ കൃഷിസ്ഥലം ഉണ്ട്. കൂട്ടത്തിൽ വേറെ കുറച്ച് ആളുകൾ ചോദിച്ചു, നബിയെ ഉറക്കണ്ടോ? ഒരു ഉറങ്ങണവരല്ല, ഉറക്കം ചോദിച്ചതാണ്. തങ്ങൾ പറഞ്ഞു ഉറക്കം ഇല്ല, സ്വർഗത്തിൽ ഉറക്കം എന്നതില്ല. ഇത് ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കുക, ഏതായാലും സ്വർഗത്തിൽ ഇല്ലല്ലോ, ഇവിടെ ഉള്ളിടത്തോളം ആസ്വദിക്കാന്ന് കരുതും. ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. മരണം സ്വർഗത്തിൽ ഇല്ലല്ലോ, അതുകൊണ്ട് സഹോദരനും ഇല്ല, ഉറക്കമില്ല. സ്വർഗത്തിൽ ആ പരിപാടിയില്ല. സ്വർഗത്തിൽ ഫുൾ ടൈം ആനന്ദമല്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നു, പറയുന്നു, പക്ഷെ ആ സംഗതിയൊക്കെ വല്ലാത്തൊരു സംഗതിയാണ്. നരകം വരുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ടച്ച് ചെയ്ത് പറയാം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ഹയാത്താക്കേണ്ട രാത്രികൾ ഉണ്ട് മുഅ്മിനായ മനുഷ്യന്. അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മുഅ്മിൻ ഒരു വർഷത്തിൽ ഹയാത്താക്കേണ്ട രാത്രികൾ 17 എണ്ണമാണ്. ഉമ്മമാരെ, 17 എണ്ണം ഫുള്ളായിട്ട് കഴിയുന്ന ആരോഗ്യവാന്മാർ അങ്ങനെ ചെയ്യണം. ആരോഗ്യവാന്മാര് മുഴുവനും ഇപ്പൊ ഹയാത്താക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ല. പല ആരോഗ്യവാന്മാരും ഹയാത്താക്കുന്നത് റബ്ബ് തൃപ്തിപ്പെടാത്ത മേഖലയിലാണ്. ചിലരോ ഹറാമായ ദൃശ്യങ്ങൾ അത് കണ്ടിട്ട് അതിന്റെ കുളിരില് ശരീരവും അവരെ വികാര വിചാരങ്ങളൊക്കെ ത്രസിച്ച് അങ്ങനെ കഴിയുന്നു. മറ്റു ചിലരോ വിനോദങ്ങളിലാണ്. നമ്മുടെ നാടുകളിൽ ഇനി നിശാ ക്ലബ്ബ് കൂടി വരേണ്ട ഒരു സാഹചര്യമേ ഉള്ളൂ. വീട്ടിലൊന്നും ആരെയും കാണാൻ കഴിയൂല. ആണും പെണ്ണും നിശാ ക്ലബ്ബുകളിലായിരിക്കും. അമേരിക്കയിൽ നിങ്ങൾ പോയി നോക്കൂ, രാത്രി വീടുകളിൽ ആണിനെയും പെണ്ണിനെയും കാണുന്നത് കുറവാണ്. അധിക പേരും നിശാ ക്ലബ്ബിലാണ്. ഭർത്താവ് ഒരു ക്ലബ്ബിലേക്ക് പോകുമ്പോ ഭാര്യ മറ്റൊന്നിലേക്ക് വരുന്നു. ഇഷ്ടമുള്ളവരെ സ്വീകരിച്ച് ഇഷ്ടമുള്ള ആളുകളോടുകൂടെ. നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ആരെ സ്വീകരിക്കണമെന്ന് നിശ്ചയമില്ലാതെ ഇഷ്ടമുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് ഭോഗം ചെയ്യുന്ന ജീവികള് ഇതുപോലെ രാത്രി ഉല്ലസിച്ച് പകലാകുമ്പോ തിരിച്ചു വരുന്നു. ഇഷ്ടമുള്ള ആളെ കൂടെ ചേർന്നിട്ട്. അതും കൂടെ നമ്മുടെ നാട്ടിൽ കുറവുള്ളൂ. ചിലരത് വേണമെന്നൊക്കെ ഇങ്ങനെ ഭരണരംഗത്തിരിക്കുന്ന ആൾക്കാർ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അവരെ ബുദ്ധി നല്ല മാർഗത്തിലൂടെ അള്ളാഹു തിരിച്ചുവിടട്ടെ. അല്ല എന്ത് തീർക്കാനാ?
ആ മുസീബത്തും കൂടി വന്നാൽ കഴിഞ്ഞു കഥ. 4 മണിവരെ ആരോഗ്യവാന്മാര് വിനോദങ്ങളിലാണ്. ഒന്നല്ല, വിവിധ തരത്തിലുള്ള വിനോദങ്ങളുണ്ട്. വിവിധ തരത്തിലെ വിനോദങ്ങളിലാണ് നാട്ടിൽ ആരോഗ്യവാന്മാര് മുഴുവനും. എത്ര എത്ര ആളുകളാ സഹോദരങ്ങളെ നോക്കും. അവർക്കൊന്നും സുബഹിയില്ല. 4 മണിക്ക് വന്ന് കുളിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ശരീരം തച്ചാലും വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാലും ഉണരൂല. കാരണം ആ ശരീരത്തിന് പാകപ്പെട്ട ഒരു ഉറക്കം കിട്ടേണ്ടതുണ്ട്. ആരോഗ്യം കാത്തു സംരക്ഷിക്കാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി മുഴുവനും നിസ്കരിച്ചിട്ട് ആരോഗ്യത്തിന് കുറവ് വരണ്ട, അതുകൊണ്ട് പകുതിയാക്കിക്കോളൂ, 1/3 അല്ലെങ്കിൽ ഇടക്കിടക്ക് നിങ്ങൾ ഒരു ദിവസം സജീവമാക്കി ഒരു ദിവസം ഉറങ്ങിക്കോളൂ എന്നൊക്കെ നിയമം കൊടുത്തത് എന്തിനാ സഹോദരങ്ങളെ? 6-1 3-1 ഒക്കെ ആക്കിയത് ആരോഗ്യം സംരക്ഷിക്കാനാണ്, കുടുംബത്തിനുള്ള ഹക്കൊക്കെ വീട്ടാനാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ നല്ല ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം രാത്രി സമയം മിക്ക സമയങ്ങളും ഇങ്ങനെയാണ് തുലച്ചു പോകുന്നത്. നഊദു ബില്ലാഹ്, വലിയ സങ്കടമാണ്. 17 രാത്രികൾ ഹയാത്താക്കാൻ കഴിയുന്നവര് വലിയ ഭാഗ്യവാന്മാരാണ്. അതിലേറ്റവും അധികം വരുന്നത് വിശുദ്ധ റമളാനിലാണ്. റമളാനിൽ ഹയാത്താക്കേണ്ട രാവുകൾ 6 എണ്ണമാണ്. ഒന്നാമതായി ഹയാത്താക്കേണ്ട രാവ് ലൈലത്തുൽ ബദർ, ബദറിന്റെ രാവാണ്. അന്ന് ഒരു കണ്ണിന്റെ ഇമശിമ്മാതെ ദിക്റിലും ദുആയിലും കഴിഞ്ഞ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പന്തൽ നിൽക്കുന്നിടത്ത് ഇന്ന് മസ്ജിദുൽ അരീസ് പള്ളിയുണ്ട്. ഹജ്ജിന് ഉംറക്ക് പോകുന്നവർ അവിടെ എത്തുമ്പോൾ 2 റക്അത്ത് അതിൽ കയറി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ പള്ളി കെട്ടിയ സ്ഥലത്ത് അന്ന് പന്തലാണ്. ആ പന്തലിനുള്ളിൽ തങ്ങൾ അന്നത്തെ രാത്രി മുഴുവനും വിവാദത്തിലാണ്. ബദറിന്റെ രാത്രി നാളെ 17, ഇന്ന് രാത്രി ഹയാത്താക്കേണ്ട രാവാണ്. ഒരു മൗലിദിൽ ഓതിയിട്ട് ചീനിയും വാങ്ങിപ്പോണ്ട രാവല്ല. വിവിധ കാര്യങ്ങളെ കൊണ്ട് ഹയാത്താക്കുക. ഇൽമു പഠിക്കുക, ഇൽമു കേൾക്കുക, ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ബുർദ ചൊല്ലുക, ഖുർആൻ ഓതുക, നിസ്കരിക്കുക. ഐറ്റംസുകൾ ഇങ്ങനെ മാറിയിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ തീർക്കുമ്പോൾ കുറെ നേരം അങ്ങനെ പോകുമല്ലോ. നല്ല തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് പഠിക്കും. അപ്പോ കുറെ ഇൽമും കിട്ടും, കുറെ നേരം അങ്ങനെയും പോകും. നല്ല മാർഗം. അങ്ങനെ ആ നല്ല മാർഗങ്ങളിലായിട്ട് ആ രാത്രി കഴിച്ചു പോയി. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ പിന്നെ കുറച്ച് ദിക്റ് അല്ലിട്ട് നടന്നങ്ങനെ ദിക്റ് അങ്ങനെ ചൊല്ലും. സ്വലാത്തല്ലേ സ്വലാത്ത് അങ്ങനെ ചൊല്ലും. കുറച്ചു നേരം നിസ്കരിച്ചിട്ടൊന്ന് ദ്വാരക്കട്ടെ എന്ന് എഴുതാറുണ്ട്. കുറച്ചു നേരം ഒന്ന് ഖുർആൻ ഓതട്ടെ. അപ്പോഴേക്ക് അത്താഴം കഴിക്കാനായി. അപ്പൊ ആ രാത്രി അങ്ങോട്ട് കിട്ടി. എന്തൊരു സന്തോഷമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നുള്ള 5 രാത്രികളും അവസാനത്തെ 10-ലാണ്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ഏറ്റവും അധികം ഹയാത്താക്കേണ്ട രാത്രിയുള്ളത് റമളാനിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഓരോ രാത്രിയും തീരെ ഉറങ്ങാത്ത രാവാണ് അവസാനത്തെ 10. അവസാനത്തെ 10 വന്നാൽ അഹ്യൽ ലൈല കുല്ലഹു വൈഖളാഹു ലഹു, വീട്ടുകാരെ വിളിച്ചുണർത്തും. 9 വീടുകളിലുമുള്ള ഭാര്യമാര് സജീവമാകുന്നു തങ്ങളോടൊപ്പം. തങ്ങളതാ അരയും മുറുക്കി കെട്ടി ഇബാദത്തിലേക്ക് മുഴുകി. നേരം വെളുക്കുന്നത് വരെ, അത്താഴത്തിന്റെ നേരമാകുന്നത് വരെ ഇബാദത്തിലാണ്. തങ്ങൾ എന്തെല്ലാം നിർവഹിക്കുന്നുണ്ടോ അത് കണ്ടു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും അങ്ങനെ ചെയ്യുന്നു. തങ്ങൾ ദുആഇന് വേണ്ടി ഇരിക്കുമ്പോൾ അവരും ദുആ ചെയ്യുന്നു, ദിക്ർ ചൊല്ലുമ്പോൾ അവരും ദിക്ർ ചൊല്ലുന്നു, നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുമ്പോൾ അവരും ഖുർആൻ ഓതുന്നു. അങ്ങനെ രാത്രി അവരും ഹയാത്താക്കിയവരാണ്. 9 ഭാര്യമാരും അവസാനത്തെ 10 ഉറങ്ങിയിട്ടില്ല. അവരും ഹയാത്തായവരാണ്. ആ 6 ദിവസം, ആ 6 രാത്രി റമളാനിലാകുമ്പോ നമ്മളെ ഈ മാസം ഷാബാനിൽ ഒരു രാത്രി ഉണ്ട്. അത് ഷാബാൻ പകുതിയുടെ രാവ്, ഹയാത്താക്കേണ്ട രാവാണ്. 2 എണ്ണം റജബിൽ കഴിഞ്ഞു. ഹയാത്താക്കിയോന്ന് അറിയില്ല. 2 എണ്ണം കഴിഞ്ഞു. റജബിൽ 2 എണ്ണം കഴിഞ്ഞു. ഒന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യ രാത്രി. മറ്റൊന്ന് ലൈലത്തു സബഈൻ വഇശ്രീന മിൻ റജബ്, റജബ് 27 രാവ്. 2 രാത്രി അങ്ങനെ കഴിഞ്ഞു. എത്ര രാത്രിയായി? 6.
9 2 പെരുന്നാൾ രാവ്. അതേതായാലും ഹയാത്തായിരിക്കും. അത് അള്ളാഹ് പൊരുത്തപ്പെട്ട ഹയാത്താണെന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ തൗഫീഖ് തരട്ടെ. ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ, പെരുന്നാൾ രാത്രി കുറെ നേരം മക്കൾ തക്ബീറിലിരിക്കുക അല്ലെ, നല്ല റാഹത്താണത്. കുട്ടികൾ അങ്ങനെ തക്ബീറിലിരിക്കും. അപ്പൊ ഉമ്മമാരപ്പുറത്ത് ഇങ്ങനെ ഇറച്ചി മുറിച്ചുമ്പോ ആ മുറിച്ചിനിടെ കൂടെ അവരും തക്ബീറില്ലും. അതൊരു പിറ്റേന്നൊക്കെയുള്ള പണിയല്ലേ, ആ ഭക്ഷണം ഒരുക്കുന്നതിന് എല്ലാരും വരുമല്ലോ. അപ്പൊ അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്ത് വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുന്നുണ്ടാവും, അവരങ്ങനെ തക്ബീർ. പിറ്റേന്ന് രാവിലെ തന്നെ പള്ളിയിൽ പോകണ്ടേ. അപ്പൊ തക്ബീർ കൊണ്ടും ദുആ കൊണ്ടും ഉടുകേണ്ട 2 പെരുന്നാൾ രാവ്, അതും ഹയാത്തിന്റെ രാവാണ്. ലൈലത്തു അറഫ, അറഫന്റെ രാവ്, അറഫ നോമ്പിന്റെ രാവ് വലിയ പുണ്യമുള്ള രാവാണ് സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്താക്കാൻ വേണ്ടി കൽപ്പിച്ച രാവാണിതൊക്കെ. അതിനു പുറമേ ലൈലത്തുൽ ജുമുഅ ആവർത്തിച്ച് വരുന്ന രാവ്, വെള്ളിയാഴ്ച രാവ്. സുബ്ഹാനല്ലാഹ്, ഒരല്പനേരം നമുക്ക് ഇന്നലെ രാത്രി കിട്ടി ഇൽമിലായിട്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. രാത്രി വെള്ളിയാഴ്ച രാവിൽ തന്നെ 3 മണിക്കൂർ 4 മണിക്കൂർ സ്വലാത്തിന് വേണ്ടി, ദിക്റിന് വേണ്ടി ഓരോ വെള്ളിയാഴ്ച രാവും നീക്കി വെക്കുന്നവരുണ്ട്. മുമ്പ് ഞാൻ വന്നപ്പോ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ആവർത്തിക്കില്ല. ആവശ്യമുള്ള ആൾക്കാർ അത് നോക്കിയാൽ മതി. കഴിഞ്ഞ വരവിന്, ഇന്നലല്ല മുമ്പത്തെ വരവ്, അന്ന് പറഞ്ഞു ഓർക്കില്ലല്ലേ. അത്തായ സമയത്തിന്റെ മഹത്വം അന്ന് പറഞ്ഞു. പിന്നെ ഹയാത്താക്കേണ്ട വേറെ രാവാണ് ലൈലത്തു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മരാവ്. എത്രയായി? 17 ഏറായോ? 14. പിന്നെ അയ്യാമുത്ത ശരീഖിന്റെ 3, അപ്പൊ എത്രയായി? 17. അയ്യാമുത്ത ശരീഖ് 3 അല്ലേ? ആ 3 രാവ്. ഇതൊക്കെ വലിയ മഹത്തുള്ള രാവുകളാണ്. നോക്ക്, നിങ്ങൾ ഈ ഇസ്ലാം ഇങ്ങനെ സംവിധാനിച്ചത് ഇതിപ്പോ ഒരു മാസത്തിൽ ഫുള്ളായിട്ട് അങ്ങ് ഇരിക്കാനല്ലല്ലോ. റമളാനിൽ തന്നെ മുഴുവനായിട്ട് ഇരിക്കാൻ കഴിയാത്ത ആൾക്കാർ ഇടവിട്ട് അങ്ങനെയല്ലേ നമ്മളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിലെ നിയമം വെച്ചത്. നമ്മളിലുള്ള ആരോഗ്യമുള്ള ആൾക്കാർ, ആരോഗ്യം കുറഞ്ഞവര്, ക്ഷീണമുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ നിയമങ്ങളാണ്. രാത്രി മുഴുവനായും ഹയാത്താക്കിയ മഹാന്മാർ ഒരുപാട്. അവരുടെ ജീവിതമൊക്കെ വല്ലാത്ത സംഭവം തന്നെയാണ്. രാത്രി കുറഞ്ഞ ഭാഗം മാത്രം അവർ ഉറങ്ങും, ബാക്കിയുള്ള ഭാഗം മുഴുവനും ഇബാദത്തിന് വേണ്ടി. എന്താ ഇപ്പൊ രാത്രിയിലെ ഇബാദത്ത്? രാത്രിയിലെ ഇബാദത്ത് ഇങ്ങനെ എടുത്തു വരാൻ കാരണം, രാത്രിയിലെ ഇബാദത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. രാത്രിയിലെ ഇബാദത്ത് തീരെ റിയാ ഉണ്ടാവുകയില്ല. ഇബാദത്തെടുക്കാൻ നല്ല ഒതുക്കമുള്ള സമയമാണ് രാത്രി. ശബ്ദകോശങ്ങൾ, കോലാഹലങ്ങളൊന്നുമില്ലല്ലോ. ഒരു വീട്ടിൽ ദ്വാരക്കാൻ ഏറ്റവും നല്ല സമയവും പകലിനേക്കാളും നല്ലത് രാത്രിയാണ്. റമളാനു ശരീഫ് വരുമ്പോ രാത്രിയിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ റമളാനിൽ ഖുർആൻ ഓതിയത് പകലോ രാത്രിയോ? രാത്രിയാണ്. രാത്രി കൂടുതൽ ഖുർആൻ ഓതിയത് രാത്രിയാണ്. എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വരും, ഖുർആൻ ഓതിക്കൊടുക്കും, തിരിച്ച് തങ്ങളും ഓതിക്കൊടുക്കും. ആ വർഷം ഇറങ്ങിയ ഭാഗങ്ങൾ മൊത്തമായി ഓരോ രാത്രിയിലും ഒന്ന് ഓതിക്കൊടുക്കും. ഘട്ടം ഘട്ടമായത് തീർക്കും. അവസാനത്തെ വർഷം തങ്ങളെ വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള റമളാനിൽ 2 പ്രാവശ്യമാണ് ഖുർആൻ മുഴുവനായി ഓതിക്കൊടുത്തത്. ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ ഓരോ തവണയായിരുന്നു അത് ഓതിക്കൊടുത്തതും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും തിരിച്ച് തങ്ങൾ ഓതിക്കൊടുത്തതും ഒക്കെ റമളാനിന്റെ പകലിലല്ല, രാത്രിയിലാണ്. രാത്രിയിൽ കഴിയും. കാരണം പകല് കുറെ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ അല്ലെ. സുബഹിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതിയിട്ട് പിന്നെ അങ്ങോട്ട് റെസ്റ്റാണ്. 12 മണി വരെ റെസ്റ്റ്, നീണ്ട റെസ്റ്റ്. ഒന്ന് കൂട്ടി നോക്കി, നിങ്ങൾ 5-6 മണിക്കൂർ ഉണ്ടാവും. കുറച്ചൊന്നും അല്ലാതുള്ളത്, നീണ്ട സമയം. ചിലപ്പോ ളുഹ്ർ കഴിഞ്ഞാൽ ചിലർക്ക് പിന്നെ റെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ റമളാന്റെ പകൽ ഏകദേശം ഫുള്ള് റെസ്റ്റ് തന്നെ. അസറിന്റെ ശേഷം വൈകി. അപ്പൊ പിന്നെ രാത്രി കുറെ നേരമൊക്കെ ഓതാൻ അങ്ങോട്ട് കിട്ടുമല്ലോ, ശരീരം പിടിച്ചു വെക്കാൻ കഴിയും. പെട്ടെന്ന് ഉറക്കം വരില്ലല്ലോ.
തറാവിയൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ഓതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഓതാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പിന്നെ ഉറങ്ങാൻ നേരണ്ടല്ലോ കുറച്ചെങ്കിലും. അങ്ങനെ നമ്മൾ ശീലമാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ മഹത്വമുള്ള കാര്യമാണ്. നമ്മളെ ജീവിതം അതിനനുസരിച്ച് ഇങ്ങനെ ക്രമീകരിക്കും. രാത്രി മുഴുവനായിട്ടും ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അത് ചില മഹാന്മാർക്ക് അങ്ങനെ ഒരൊറ്റ ഉളൂ കൊണ്ട്, ഇശായിന്റെ ഉളൂ കൊണ്ട് തന്നെ സുബഹി നിസ്കരിച്ചു. 40 വർഷം അങ്ങനെ നിസ്കരിച്ചവർ, ജീവിതകാലം മൊത്തം അങ്ങനെ ചെയ്തവർ സ്വഹാബത്തിലുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. സ്വഹാബിമാരെ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഹിംസിന്റെ ഗവർണറാണ്. ഹിംസിൽ നിന്ന് കുറെ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി മദീനയിൽ വന്നു. മദീനയിൽ വന്ന ആളുകളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ സാധുക്കളുടെ ലിസ്റ്റ് തരണം, കുറച്ച് പണം ഇവിടെയുണ്ട്, അവർക്ക് സംഭാവന കൊടുക്കാനാണ്. കുറെ പേര് അവർ എഴുതി. അതിന്റെ അവസാനം ഒരു പേര് കണ്ടു, സഈദ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവസാനത്തെ പേര് ആരുടേതാണ്? അതെ, ഞങ്ങൾക്ക് നിങ്ങൾ ഗവർണറായി തന്ന ആളില്ലേ, സഈദ് ബിൻ സെയ്ദോ. അദ്ദേഹം ഫഖീറാണോ? ഫഖീറാൻ. മിസ്കീനാണോ എന്ന് വെച്ചാൽ മിസ്കീന്റെ പട്ടികയിലും പെടുത്താം, ഫഖീറിന്റെ പട്ടികയിലും പെടുത്താം. ഞാൻ നിങ്ങൾക്ക് ഗവർണറായി തന്ന മഹാനെ ഫഖീറാണോ? അതെ, ഞങ്ങളെ ഭരണാധികാരി ഫഖീറാണ്. സഹോദരങ്ങളെ, ഭരണരംഗത്ത് സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് തന്നെക്കാളും ആവശ്യമുള്ള ആളുകളുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ത്യാഗം ചെയ്തതാണ്. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വേറെ ഒരു സഞ്ചി കൊടുത്തു, പണസഞ്ചി. ഇത് മഹാനവറുകൾക്ക് കൊടുക്കണം നിങ്ങൾ. ഈ പോയ ആൾക്കാർ തിരിച്ചു വന്നപ്പോ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഈ പണസഞ്ചി കൊണ്ടുപോയി കൊടുത്തു. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ പണസഞ്ചി മുന്നിലെത്തിയപ്പോ പൂമുഖത്തിരിക്കുകയാണ്. വീട്ടിന്റെ മുൻഭാഗത്തിരിക്കുന്ന മഹാൻ ഉറക്കെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ അടുക്കളയിൽ നിന്ന് ഭാര്യ ഓടി വന്നു. എന്തേ പറ്റിയത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലേ ചൊല്ല്. നമ്മളാണെങ്കിൽ കിശക്കിടൂലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് പറ്റി? മുസ്ലിങ്ങൾക്ക് വല്ല ആപത്തും പറ്റിയോ? അല്ല, അതിനേക്കാളും വലുതാണ്. ഖലീഫ വഫാത്തായോ? ഇല്ല, അതിനേക്കാളും വലുതാണ്. എന്താണ് അതിനേക്കാളും വലുത്? ഞാനത് പറഞ്ഞാൽ നീ എന്നോട് സഹകരിക്കുമോ? ഭാര്യയോട് ചോദിച്ചു മഹാൻ അവർകൾ, ഞാൻ സഹകരിക്കും. ഇതുവരെ ഞാൻ നിങ്ങളോട് എല്ലാ നന്മയിലും സഹകരിച്ചിട്ടുണ്ട്, ഞാൻ സഹകരിക്കും. ഇതാ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്വത്ത് എത്തിയിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചതാണ്. പാവങ്ങൾക്ക് കൊടുത്താലോ? കൊടുക്കാം ഭർത്താവേ. ആർക്കാ പറയുന്നത്? ആർക്കും കൊണ്ടുപോയി കൊടുക്കാം. പൂർണ്ണമായും സഹകരിച്ചു. നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാം, ഒന്നും ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഒരിക്കൽ വന്നു ഹിംസിലേക്ക്. ഭരണസ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രധാനമന്ത്രി സ്റ്റേറ്റുകളിലൊക്കെ പോകൂലേ, അതേ രൂപത്തിൽ ഭരണരംഗത്ത് ഓരോ സ്റ്റേറ്റിലേക്കും പോകാൻ വേണ്ടി ഗവർണർമാരെ നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഹിംസിലെത്തിയപ്പോ ഹിംസിലെ നാട്ടുകാര് പറഞ്ഞു, ഞങ്ങളെ ഗവർണറെ പറ്റി ഞങ്ങൾക്ക് പരാതി പറയാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പരാതി ഉണ്ടോ? പരാതി ഉണ്ട്. ആരെ പറ്റി പരാതി? ഇറങ്ങള് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇത് സാധാരണ സഈദ് അല്ല, സഈദിൻ എന്നെണ്ണുന്ന സഈദാണിത്. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയിലെ ഒരു അംഗം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഒരാൾ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനാണിത്. അപ്പൊ ഖലീഫ ആളെ വിളിച്ചുകൂട്ടി, ജനങ്ങളൊക്കെ വിളിച്ചുകൂട്ടി. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൂട്ടി ഒരു ഭാഗത്ത്. ചോദിച്ച ആളുകൾ എന്തൊക്കെ പരാതി പറയാനുള്ളത്? അവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു പരാതി ഉണ്ട്. ഞങ്ങൾ എത്ര രാത്രി വന്ന് വാതിൽ മുട്ടിയാലും വാതിൽ തുറക്കൂല. രാത്രി വന്ന് ഞങ്ങൾ വാതിൽ എത്ര മുട്ടിയാലും വാതിൽ തുറക്കൂല. വാതിൽ അടച്ച വാതിൽ അടഞ്ഞുകൊണ്ട് തന്നെ പകല് വരെ കാത്തു നിൽക്കും. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇവിടെ സ്റ്റേജ് ഇങ്ങനെ ഫില്ലായി കാണുമ്പോൾ സന്തോഷമാണ്. ആ ഉസ്താദിനും കുട്ടികളി
സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് ഖലീഫ ചോദ്യം ചോദിക്കാണ്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ജനങ്ങളോടൊക്കെ പരാതി ചോദിച്ചാൽ പരാതി പറയുമ്പോ മറുപടി പറയണ്ടേ? ആ രീതിയിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചു ഗവർണറോട്. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരും അറിയരുത് എന്നാ ഞാൻ കരുതിയത്, പക്ഷേ എന്റെ കീഴിലുള്ള ആളുകൾ എന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ മറുപടി പറയാണ്, ഒന്നും കരുതരുത്. പകല് സമയം മുഴുവനും ഞാൻ ആളുകൾക്ക് വേണ്ടി എന്റെ വാതിൽ തുറന്നു വെച്ചില്ലേ, രാത്രി അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി അടച്ചു വച്ചതാണ്. രാത്രി ഞാൻ വാതിൽ കുറ്റിയിട്ടത് തുറക്കാതിരുന്നത് ഉറങ്ങാനല്ല ഖലീഫ. ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരൊറ്റ രാത്രിയിലും ഞാൻ ഉറങ്ങിയിട്ടില്ല. യജമാനനായ റബ്ബിന്റെ ഖിദ്മത്തിൽ മുഴുകട്ടെ. പകല് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചില്ലേ. ഫർള് നിസ്കരിച്ചിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ടുണ്ട്. അത് പോരാ, എനിക്ക് സ്വന്തമായി അള്ളാഹുവിലേക്കൊന്ന് മനസ്സ് തിരിക്കണം. എന്റെ നെറ്റി അള്ളാഹുവിന്റെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കണം. പടച്ച റബ്ബിനോട് ഒരുപാട് ചോദിക്കണം. അതിനു വേണ്ടി രാത്രി ഞാൻ വാതിൽ കുറ്റിയിട്ട് പോയി. അല്ലെങ്കിൽ ജനങ്ങൾ നിലക്കാത്ത രൂപത്തിൽ വരും, പിന്നെ എനിക്കതിന് കഴിയില്ലല്ലോ. മറുപടി കേട്ടപ്പോ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. ഞാൻ അയച്ച ഗവർണർ ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ മുൻപന്തിയിലാണ്. ഞാൻ ജനങ്ങളെ പരാതി കേട്ടപ്പോ ഞാൻ പേടിച്ചുപോയി. പക്ഷേ ഇങ്ങനെയല്ലല്ലോ, ഞാൻ വിചാരിച്ചത് മൂപ്പര് ഉറങ്ങാൻ വേണ്ടി ശല്യാവെന്ന് കരുതിയിട്ടാണ്. അങ്ങനെയല്ലല്ലോ, അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണല്ലോ രാത്രി ആ വാതിൽ കൊട്ടിയടച്ചത്. അങ്ങനെ വാതിൽ കൊട്ടിയടച്ച മഹാന്മാരുണ്ട്. 40 കൊല്ലം രാത്രിയിൽ വാതിൽ തുറക്കാതെ ഖാദിമ വാതിലിന്റെ ഇപ്പുറത്തുണ്ടാകും. ഇശാ നിസ്കരിച്ച അതേ ഉളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. രാജാക്കന്മാരൊക്കെ കാണാൻ വരുമ്പോ അവരോട് പറയും, സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഔറാദുണ്ട് ചൊല്ലുന്ന, അതും കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് നിങ്ങൾ രാജാക്കന്മാരൊക്കെ വന്നിരിക്കും ഇങ്ങനെ പുറത്ത്, രാത്രി ഒന്ന് കാണാൻ പറ്റും, രക്ഷല്ല. നിങ്ങൾ ഈ ഇശാഇന്റെ മുമ്പ് വരികയാണെങ്കിൽ നടന്നിരുന്നു, ഇശാഇന്റെ ശേഷം ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്നിട്ട് ഖാദിമ് പറയും, നിങ്ങൾ വന്നിട്ട് കണ്ടില്ല എന്നല്ല. ചിലപ്പോഴൊക്കെ എന്നോട് പറയലുണ്ട്, ഇന്നലെയും മിനിയാന്നൊക്കെ എനിക്ക് ഉണ്ടായ കുട്ടികൾ മരിച്ചു എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാല് മറവ് ചെയ്യാൻ സമ്മതം തന്നിട്ടുണ്ട് എന്ന് പറയണം. മനസ്സിലാണ്ടോ? എനിക്ക് ഇന്നലെ മിനിയാന്നോ ജനിച്ച കുട്ടികളുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് 49 മക്കളെ ജനിച്ചിട്ടുണ്ട്. 4 ഭാര്യമാരിലായിട്ട്. പേടിക്കണ്ടോ? 4 ഭാര്യമാര്, 49 മക്കൾ. 49 മക്കളുടെ മഹാനവറുകൾ വഫാത്താകുമ്പോ ആകെ 13 മക്കളെ ഹയാത്തിലുണ്ട്, ബാക്കിയൊക്കെ വഫാത്തായിട്ട്. ഒരു ദിവസം ഒരു സദസ്സിൽ ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, 2 ദിവസം ഉണ്ടാവുള്ളൂ കഴിഞ്ഞ വഫാത്താവുന്ന. 2 ദിവസം ആ കുട്ടിക്ക് അള്ളാഹു ദുനിയാവിൽ ജീവിതം കണക്കാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വഫാത്താവുന്ന. അള്ളാഹു തആലയുടെ ഖള അങ്ങനെയല്ല, അങ്ങനെ നടന്നോട്ടെ, അതിൽ തൃപ്തിക്കേടൊന്നുമില്ല. അപ്പൊ ഖാദിമിനെ പറഞ്ഞേൽപ്പിക്കാണ്, കുട്ടി മരിച്ചു എന്നും പറഞ്ഞ ആരെങ്കിലും വരുമ്പോ ഇനി വാതിൽ മുട്ടരുത്, മറവ് ചെയ്യാനുള്ള ഓർഡർ തന്നിട്ടുണ്ട്, എന്റെ ഇബാദത്തിന് തടസ്സാകരുത്. അവരാ രാത്രി 40 കൊല്ലം വീട്ടിന്റെ മുകളിൽ ഇങ്ങനെ നിന്ന് നിസ്കരിച്ച് ഒരു പ്രകാശം ഇങ്ങനെ ആ മുകൾ ഭാഗത്തു നിന്ന് അടിച്ചു വീശി ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അയൽപക്കത്തുള്ള കുട്ടി ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്നു രാത്രി അവിടെ ഒരു വെള്ള തൂണ് കാണലുണ്ടല്ലോ വീടിന്റെ മേലെ, ആ വീടിന്റെ മേലെ ഇന്നെന്താ കാണാത്തത്? അബൂ ഹനീഫ തങ്ങൾ വഫാത്ത എന്നാ ചോദിച്ചു. മോനെ, അത് വെള്ള തൂണല്ല, ഇമാമുൽ ആലം തങ്ങൾ നിന്ന് നിസ്കരിച്ചതായിരുന്നു 40 കൊല്ലം വീട്ടിന്റെ മേലെ. ആ പ്രകാശാണ് മോനെ അവിടെ കണ്ടിരുന്നത്. ഇന്ന് മഹാൻ വഫാത്തായി പോയി. വഫാത്താകുന്ന സമയത്തും സഹോദരങ്ങളെ റെക്കോർഡ് വിജയമാണ്. ജയിലിൽ വെച്ചാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. സുബ്ഹാനല്ലാഹ്, ക്രിമിനൽ കേസിൽ കുടുങ്ങിയതല്ല, വേറെ ഒരു കേസിലും കുടുങ്ങിയതല്ല. ഭരണം ഏറ്റെടുക്കാൻ നിർബന്ധിപ്പിച്ച് ഭരണാധികാരികൾ ജയിലിലിട്ടുപോയി.
നിങ്ങൾ എന്റെ ശരീരം ഇഞ്ചിഞ്ചായി പിഴുതെടുത്താലും ഭരണം ഞാൻ ഏറ്റെടുക്കില്ല. ദുനിയാവിൽ എനിക്ക് ഇത്ര പേടിയുള്ള സംഗതി വേറെയില്ല. ഞാൻ എന്റെ സ്വന്തം കാര്യത്തിൽ എന്നെ ബേജാറാണ്. ആരെങ്കിലും ഭരിക്കാണ്ടോന്ന് ചോദിച്ചാൽ എത്ര ആളാ ഓടിച്ചില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും തിരക്കാരൊക്കെ മത്സരത്തോട് മത്സരമായിരിക്കും അല്ലേ? അള്ളാന്റെ മുന്നിൽ കെട്ടുകണക്കിന് മറുപടി പറയേണ്ട ഭാരം ആലോചിച്ച് നോക്കുമ്പോ അടുക്കാൻ തോന്നൂല സംഗതി. അത് സമൂഹത്തിന്റെ മൊത്തം വിഷയം പറയണ്ടേ? ഒരു വാർഡിലാണെങ്കിൽ വാർഡിന്റെ മൊത്തം കാര്യം പറയണ്ടേ? ഏൽപ്പിച്ചിരുന്നതും വാഗ്ദാനം പറഞ്ഞിരുന്നതും ഒക്കെ പറയണ്ടേ? വാക്ക് കൊടുത്തിരുന്നതും പദ്ധതി വന്നിട്ട് പൂർത്തിയാക്കിയോ ഇല്ലയോ ഒക്കെ പറയണ്ടേ? സഹോദരങ്ങളെ എല്ലാം പറയണ്ടേ? എല്ലാം പറയണം. കുറച്ചുകൂടി മേലോട്ട് പോകുമ്പോ എത്ര കെട്ടുകണക്കിന് പറയണ്ടോ? സമ്പത്തിന്റെ കണക്ക് തന്നെ ഒരുപാട് കണക്ക് പറയേണ്ടതില്ലേ? പാവങ്ങളായ ആൾക്കാർ 500 കൊല്ലം മുമ്പ് സ്വർഗത്തിലെത്തിയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പണക്കാർ പോകാന്നല്ലേ ഹദീസിലുള്ളത്. അപ്പൊ ഈ 500 കൊല്ലം പറയേണ്ട കണക്കത്ര വലുതാ. പാവങ്ങള് അവർക്ക് കാര്യമായിട്ട് കണക്കൊന്നും പറയാനില്ല. അന്നത്തെ വരവ് ചെലവ് കണക്ക് ചെറുതേ ഉള്ളൂ. അതിങ്ങനെ അങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. അല്ലാത്ത വലിയ കണക്കുകളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ച് മറ്റൊരു 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവര് പോകുക എന്ന് പറയുമ്പോ കണക്കത്രേത് അവർ അവതരിപ്പിക്കുന്നത്? ഉത്തരങ്ങൾ പറയണ്ടേ? ചോദിക്കുമ്പോക്കിന് ഒരു ദിർഹമിനും ഒരു കുറവും വരാതെ പറയണ്ടേ? അല്ലാഹു സലാമത്താക്കട്ടെ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഭരണം ഞാൻ ഏറ്റെടുക്കൂല. അങ്ങാടിയിലൂടെ കൊണ്ടുപോയി മഹാനവറുകൾ അടിച്ചു. ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നത് ജനങ്ങൾ കണ്ടു. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ചാട്ടവാറുകൊണ്ട് ഓരോ ദിവസവും 10-20 അടിയാണ് ആ ശരീരത്തിൽ ഏൽക്കുന്നത്. സഹോദരങ്ങളെ, എന്തൊരു ബഹുമാനമുള്ള ശരീരമാണത്. ഏറ്റവും അധികം ശിഷ്യന്മാരുള്ള മഹാനാണ് അബൂ ഹനീഫ തങ്ങൾ. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിനല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ളത്. സ്വഹാബത്തിനെ കണ്ട് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഇമാം, വലിയ പരിശുദ്ധിയുള്ള മഹാനാണ്. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അടിച്ച് പരിക്കേൽപ്പിച്ച് ജയിലിൽ വെച്ച് മഹാനവറുകൾ വഫാത്താകാൻ പോകാണ് എന്ന് തോന്നിയപ്പോ പെട്ടെന്ന് ഉളു എടുക്കാൻ പോയി. ഉളു എടുത്ത് വന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. സുജൂദിലെത്തിയപ്പോ മരണം സംഭവിച്ചു പോയി. സുജൂദിൽ നെറ്റിവെച്ചിട്ട് എഴുന്നേൽക്കാതിരിക്കുന്നത് കണ്ടപ്പോ ഒന്ന് പിടിച്ചൊന്ന് പൊക്കിയതാണ്. അപ്പോഴേക്ക് മരണം നടന്നിട്ടുണ്ട്. സുജൂദിലാണ് അള്ളാഹുവിലേക്ക് നീങ്ങിയത്. നിസ്കാരത്തിന് വേണ്ടി മഹാനവറുകൾ ഒരുക്കിയ സ്ഥലത്ത് ജയിലിൽ താമസിച്ചപ്പോൾ എത്ര ഖത്മ് തീർത്തിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോ 7000 ഖത്മാണ്. രാവും പകലും അവിടെ വിശ്രമമുണ്ടായിട്ടില്ല. ജയിലിൽ വെച്ച് വഫാത്തായി കിടക്കുന്ന സുജൂദിലായി നെറ്റിവെച്ച സ്ഥലത്ത് ഖുർആനോത്തിന്റെ മാത്രം കണക്കാണ് പറഞ്ഞത്. 7000 ഖത്മാണ്. മറ്റേ നിസ്കാരത്തിന്റെ കണക്കും ഇൽമിന്റെ കണക്കൊക്കെ മറ്റേത് വേറെയുണ്ട്. അവരെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. സ്വഹാബത്തിലുണ്ട്, താബികളിലുണ്ട്, തബഉ താബികളിലുണ്ട്. അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. താബികളിൽ അങ്ങനെ രാത്രി മുഴുവനും ഹയാത്താക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലത്തെ മദീന പള്ളിയിലെ മുദർരിസാണ് സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. രാത്രി ഹയാത്താക്കിയ മഹാനാണ്. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും ഹയാത്താക്കിയ മഹാനാണ്. അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു രാത്രി ഹയാത്താക്കിയ മഹാനാണ്. ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, സ്വഹാബിയല്ല താബിയായ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ പറ്റിയാ പറയുന്നത്. ഉമ്മമാരെ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു രാത്രി ഹയാത്താക്കിയ മഹദിയാണ്. ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടൊരു മഹദിയ, രാത്രി ഹയാത്താക്കിയ മഹദിയാണ്. ഇബ്നു സീരീൻ തങ്ങളെ പെങ്ങള്. ഇബ്നു സീരീൻ എന്ന് പറയുന്ന വലിയ മഹാന പണ്ഡിതന്റെ പെങ്ങള് എല്ലാ രാത്രിയിലും ഖുർആന്റെ പകുതി ഓതി നിസ്കരിക്കും. നിസ്കാരത്തിലാണ് ഈ പകുതി ഓതുന്നത്. നിസ്കരിക്കുമ്പോ മുസല്ലയിൽ അങ്ങനെ നിൽക്കുമ്പോ ചിലപ്പോ വിളക്ക് കെട്ടുപോകും. വിളക്ക് കെട്ടുമ്പോ വീടൊന്നാകെ പ്രകാശിക്കും. സുബഹി വരെ പ്രകാശമായിരിക്കും.
വെള്ളമുണ്ട് എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും വെള്ളം ആരെ വക? വെള്ളം ആരെ വകയാണ്? കമ്മിറ്റി വക? ചോദിച്ചത് മോനെ അങ്ങോട്ട് കൊടുക്കൂലേ? മുസല്ലയിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോ വിളക്ക് കെട്ടുപോയിട്ട് ഉമ്മമാരെ വീട് മൊത്തം വെളിച്ചമാണ് സുബ്ഹി വരെ. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയായ ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹാ ബസറക്കാരായ ഇബാദത്തെടുക്കുന്ന ബസറക്കാരിൽ വലിയ ആബിദത്തിന്റെ കൂട്ടത്തിൽ ഇബാദത്തുകൾ എടുത്തിരുന്ന സഹോദരിമാരെ കൂട്ടത്തിൽപ്പെട്ട മഹദിയാണ്. ഇബ്നു സീരീൻ തങ്ങൾ ചിലപ്പോഴൊക്കെ പറയും, എന്തെങ്കിലും ഖുർആനിക വിഷയത്തിൽ സംശയം വന്നാൽ നിങ്ങൾ എന്റെ പെങ്ങളടുത്ത് പോയിട്ട് ചോദിച്ചോളൂ, പെങ്ങൾ പറഞ്ഞു തരും എങ്ങനെ ഓതണം. ഓത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അപ്പ ഇബ്നു സീരീൻ തങ്ങൾ പറയും, നിങ്ങൾ എന്റെ പെങ്ങളടുത്തേക്ക് പോകണം, ഹഫ്സ ബീവിന്റെ അടുത്തേക്ക് പോകണം, അവർ കൃത്യമായി മറുപടി പറഞ്ഞു തരും. ഖുർആനിലെ വലിയ പണ്ഡിത വനിതയാണ്. രാത്രി അര ഖത്മു ഖുർആൻ ഓതിയിട്ട് അങ്ങനെ നിസ്കരിച്ചിരുന്നു. നിസ്കാരത്തിൽ തന്നെ അല്ലാഹു തആല കൊടുത്ത ബഹുമാനമാണ്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് വല്ല സംശയങ്ങളും തീർക്കാനുള്ള സമയത്ത് പെങ്ങളടുത്തേക്ക് പറഞ്ഞേക്കുമ്പോ പെങ്ങള് ഹഫ്സ ബീവി പറയും, യാ മാശറ ശബാബ് ഖുദൂ മിൻ അൻഫുസികും വഅൻതും ശബാബ്. യുവാക്കളോട് പറയും, യുവ സമൂഹമേ, നിങ്ങളെ യുവത്വത്തിൽ നിന്ന് ശരീരത്തിന് വേണ്ട സമ്പാദ്യം ഉണ്ടാക്കണം. ഫഇന്നീ മാ റഅയ്തുൽ അമല ഇല്ലാ ഫിശ്ശബാബ്. യുവത്വത്തിലല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല. 40 കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം വരും, 50 കഴിഞ്ഞാൽ പറ്റ ക്ഷീണിച്ചു പോകും, 60 കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ വേദനകൾ വന്ന് വിശ്രമം തന്നെ കൂടുതൽ വേണ്ടി വരും. ആ 40ന്റെ മുമ്പുള്ള കാലമില്ലേ, 15 മുതൽ 40 വരെയുള്ള നല്ല സമയമില്ലേ, അധ്വാനത്തിന്റെ സമയമാണ്. ഒരുപാട് അധ്വാനിക്കാൻ കഴിയും. രാത്രി സമയം മുഴുവനും നിസ്കരിക്കുന്ന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ സുബ്ഹിയോടടുത്ത സമയം ചെറിയൊരു ഉറക്കം ഉറങ്ങും. സുബ്ഹി വാങ്ങു കൊടുക്കുമ്പോ ഒന്ന് എഴുന്നേൽക്കും. സുബ്ഹിന്റെ തൊട്ട് മുമ്പ് വരെ ഇബാദത്തിലാണ്. ഒരിക്കൽ അങ്ങനെ ഉറങ്ങുമ്പോഴാണ് മഹദി കുറച്ചു നേരം നീണ്ടുപോയോ എന്ന് കരുതിയിട്ട് എഴുന്നേറ്റ ഉടനെ തന്നെ ശരീരത്തോട് പറയുന്നു, യാ നഫ്സു കം തനാമീൻ. ശരീരമേ, എത്രയാ നീ ഉറങ്ങുന്നത്, വകം തഖൂമീന, എത്രയാ നീ എഴുന്നേൽക്കുന്നത്. ഒരുറക്കം നീ ഉറങ്ങും, പിന്നെ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലല്ലോ. എഴുന്നേൽക്കാൻ പറ്റാത്തൊരു ഉറക്കമില്ലേ, പിന്നെ സൂറിൽ ഓതുമ്പോഴല്ലേ എഴുന്നേൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കൂടുതൽ ഉറങ്ങണ്ട. സ്വന്തത്തോടുള്ള വേല, സ്വന്തം ശരീരത്തോട് അങ്ങനെ പറയുന്നതാണ്. ഉറക്കം കൂടിപ്പോയോ എന്ന് തോന്നുമ്പോ, ഉറക്കം കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ഉറക്കേ ഉറങ്ങിയിട്ടുണ്ടാകുള്ളൂ. പക്ഷെ അവരെ ഹൗഫ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാത്രി ഹയാത്താക്കുന്ന മഹാന്മാർ അല്ലാഹു തആല അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഫലറകഅതാനി മിനസ് സ്വലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ. ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള 2 റക്അത്ത് നിസ്കാരം, സുബ്ഹിന്റെ മുമ്പ് നീ എഴുന്നേറ്റോ 5:30 മണിക്കല്ലേ വാങ്ങു കൊടുക്കുന്നത്. അതിനു മുമ്പ് ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ തന്നെ സമയം ധാരാളമാണ്. പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നീ മുസല്ലയിലേക്ക് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ചു നേരം അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്ത് ഇസ്തിഗ്ഫാറിലായി മുഴുകിക്കോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞാൽ സുബ്ഹി വാങ്ങു കൊടുക്കുന്നത് വരെ
ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. അത്തായ നേരത്തുള്ള ഇസ്തിഗ്ഫാറിന് വലിയ മഹാത്മ്യമുണ്ടല്ലോ. ഖുർആൻ മുഅ്മിനീങ്ങളെ അടയാളങ്ങൾ പറഞ്ഞിടത്തൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ 2 റക്അത്ത് നിസ്കാരം പരലോകത്ത് എത്തുമ്പോ വലിയ നിധിയാണ്. അന്നാണല്ലോ നിധി കൂടുതൽ വേണ്ടത്. ഫസ്തക്സിറന്ന മിനൽ കുനൂസി ലിഫാഖത്തിൻ തതി അലൈക വലാ നസീബ വലാ. കുടുംബം സഹായത്തിന് വരാത്ത, കൂട്ടുകാർ സംരക്ഷണത്തിന് വരാത്ത ദിവസം യൗമുൽ ഫാഖ, ദാരിദ്ര്യം പിടിച്ച ദിവസം എന്നൊരു പേരുണ്ട് മഹ്ശറിലെ ആ ദിവസത്തിന്, യൗമുൽ ഫാഖ. എല്ലാവർക്കും ആവശ്യങ്ങളായിരിക്കും. അത് കിട്ടിയെങ്കിൽ ഇത് കിട്ടിയെങ്കിൽ തിരക്കടില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ തിരക്കടില്ല. അപ്പോഴേക്ക് നിനക്കുള്ള നിധി ശേഖരണമാണ്. കൂമ്പാരമാക്കി വെച്ചോ. ഒരു 2 റക്അത്തെങ്കിലും ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റിയ 2 റക്അത്ത്. റമളാനൊക്കെ വരുമ്പോഴേക്ക് ശഅബാനിൽ നമ്മൾ ഒരുക്കി വെക്കണം ശരീരത്തെ. എന്നാ പിന്നെ റമളാനിൽ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എന്നും അത് പതിവായി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യം കിട്ടും. മക്കൾ നന്നാകുന്നതിന് വേണ്ടിയും കുടുംബങ്ങളിൽ ബർക്കത്തുണ്ടാകുന്നതിനൊക്കെ വലിയൊരു കാരണം പറഞ്ഞെടുത്ത് പലപ്പോഴും സ്വലാത്തുൽ ലൈലിന്റെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ കാരണം വേണ്ടിയിട്ടുണ്ട്. ആ തഹജ്ജുദ് നിസ്കാരം നമുക്ക് മുടങ്ങാതെ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ സ്വീകരിക്കണം ചില കാര്യങ്ങളൊക്കെ. ഉറങ്ങുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ സ്വീകരിക്കണം. അതെന്താ? ഒന്ന്, പ്രധാനമായും തജ്ദീദുൽ വുളൂ ഉണ്ടെങ്കിലും ഒരു വുളൂ എടുക്കണം. ഇശാനെടുത്ത വുളൂ ഉണ്ടല്ലോ, ഇനി അത് മതിയല്ലോ എന്നൊക്കെ ശരീരം ഇങ്ങനെ പറയും. നമ്മളെ ശരീരം വലിയ ഉഷാറല്ലേ, നഫ്സ് ഇങ്ങനെ പറയും. അപ്പൊ മറ്റേ ആൾ ഇതിനെ ഊക്കൂട്ടിത്തരും. കൂടപ്പുറപ്പായ കൂട്ടുകാരല്ലേ, അയാൾ പറയും, ഷെയ്ത്താനെ, അയാൾ പറയും മതി, ഇശാന് വുളൂ ഇല്ലാത്തന്നെ ഉറങ്ങുന്ന എത്ര ആൾക്കാരുണ്ട്, നീ ഉഷാറാണ്, കിടന്നുറയും. അപ്പൊ അത് മാറ്റി ഒരു വുളൂ എടുക്കണം, മിസ്വാക്കൊക്കെ ചെയ്തൊരു വുളൂ. രണ്ടാമത്തെ കാര്യമാണ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് രണ്ടാമത്തെ കാര്യമാണ്. അത് കഴിയാത്തവരാരുണ്ടാവില്ല. മഗ്രിബിന് മുമ്പ് അത് എവിടുന്നും പറ്റും, പൊരേന്നും പറ്റും, കടയെന്നും പറ്റും, പല സ്ഥലത്തൊക്കെ പറ്റും. ഇനി ഖിബിലക്ക് മുന്നിടാൻ പ്രയാസമാണെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കും. ഖിബിലക്ക് മുന്നിട്ടുകൊണ്ടുള്ള ആ തസ്ബീഹ് അത് മദീനയിൽ നിന്ന് പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് പകുത്തു കിട്ടിയതാണ്. അത് തഹജ്ജുദിനുള്ള വലിയ സഹായമാണ്. മൂന്നാമത്തെ കാര്യം, മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയം ഇബാദത്തിലായി മുഴുകണം. കാരണം നിസ്കാരം നോമ്പെന്ന് മാത്രമല്ല, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനോത്ത് പഠിപ്പിക്കൽ, കുട്ടികൾ പഠിക്കണ കേൾക്കുക, അതൊക്കെ ഇബാദത്ത് തന്നെയാണ്. ഇബാദത്ത് പറയുമ്പോൾ നിസ്കാരം കരുതരുത്, അതൊക്കെ ഇബാദത്തിന്റെ പരിധിപ്പെട്ടൊക്കെ. സൊറസൊറസൊറാതെ പറഞ്ഞിത്രക്കുണ്ടാകുന്നു, അതതിന്റെ അർത്ഥം. ദീപത്തും നമീമത്തൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടെ ഉണ്ടാകുന്നു. എന്തെങ്കിലും നല്ല കാര്യത്തിൽ. പഴയ കാലത്തെ ആൾക്കാർ നോക്കുന്നത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പതിവായിട്ട് വന്ന കുറെ സൂറത്തുണ്ടാവും, അത് ഓതി തീരുമ്പോഴേക്ക് ശവാങ്ങൾ കൊടുത്തു. അങ്ങനല്ലേ പഴയ കാലത്തെ പതിവ്? ഓൽക്കൊന്നും നഷ്ടാകാറില്ല. യാസീനും ഇദാ വഖഅത്തിൻ തബാറക്കീം സജദയും ദുഖാനും അർറഹ്മാൻ ഇതൊക്കെ ഓതി അതിന്റെ ആ ഏകദേശം ഓലാ വെറുതാണ് കഴിയുമ്പോഴേക്ക് ശവാൻ കൊടുത്തു. പിന്നെ സംസാരിക്കാനൊന്നും നേരല്ല. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ആ സമയം അത് പ്രത്യേകം കരുതണം, പ്രത്യേകം പറഞ്ഞു. നാലാമത്തെ കാര്യം, ഇശായിന്റെ ശേഷം അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ഇല്ലെങ്കിൽ സംസാരിച്ചു കൂടരുത്. ഇതിപ്പോ നമ്മൾ അത്യാവശ്യം ഉണ്ടായിട്ടാണ് ഇവിടെ വേളറില്ലേ, ഇൽമു പഠിക്കാൻ വേണ്ടിയില്ലല്ലേ, അള്ളാഹു കബൂലാക്കി തരട്ടെ. വീട്ടിൽ അതിഥി വന്നു, അതിഥിയോട് കുറച്ചേരം സംസാരിക്കണം, ഒന്നും ഉണ്ടാതിരുന്നാണ് വിഷമല്ലേ. ഭാര്യയോട് സംസാരിക്കണേലും മക്കളോട് സംസാരിക്കേണ്ടരും, വെറുതെ പറപറാതെ ഇങ്ങനെ പറഞ്ഞിരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അങ്ങനെ അത് ഓൽക്കൊരു ഹോബിയാണ്. അങ്ങനെ ഒരു ചായ കുടിച്ച് കുറച്ച് കടലൊക്കെ തിന്ന് പിന്നെ 2 മണി വരെ, പിന്നെ 3 മണി വരെ, ഏകദേശം പാതിരാ കോഴി കൂകാനായി പോകാന്ന് പറയും. അപ്പൊ അവര് പോകും. രാത്രി ഈ കാര്യങ്ങൾ നിർവഹിക്കണം. പകല് നല്ലോണം ശ്രദ്ധിക്കണം. പകല് ചില കാര്യങ്ങളൊക്കെ രാത്രിക്ക് മുടക്കമാകും. പ്രധാനമായും രാത്രിയിലേക്ക് നീ വരുമ്പോ ദുന്യവിയായ എന്തോ ഒരു നഷ്ടത്തിന്റെ കഥ നിന്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തഹജ്ജുദിന് എണീക്കാൻ കഴിയില്ല. ദുന്യവിയായ എന്തോ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ ടെൻഷനിലാണ് ഇപ്പോൾ. പാകത്തിനൊക്കെ അല്ലാഹ് തന്നിട്ടുണ്ട്,
പക്ഷെ പോരാന്നുള്ള ചിന്തയിൽ മനസ്സിലിങ്ങനെ ഒരു വിഷമം, ഇങ്ങനെ അങ്ങോട്ട് എത്താൻ കഴിയില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ട് ഉയരാൻ കഴിയില്ലല്ലോ, അങ്ങനെ കിട്ടുന്നില്ലല്ലോ, അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവയവങ്ങളെ പറ്റ ക്ഷീണിപ്പിച്ചു, പണിയോട് പണിയെടുത്തിട്ട്, ഓവർ ടൈം പണിയെടുത്തിട്ട് അവയവങ്ങളൊക്കെ ക്ഷീണിച്ച് തളർന്നുപോയി. എഴുന്നേൽക്കാൻ കഴിയൂല, പ്രയാസമാണ്. ഇശായിന്റെ ശേഷം വെറുതെ ദുന്യവിയായ സംസാരം, അപശബ്ദങ്ങൾ പറഞ്ഞു, അനാവശ്യ വർത്തമാനം. ഇശായിന്റെ കിടക്കാൻ നേരത്തൊക്കെ അങ്ങനെയല്ലേ പണി. കിടക്കാൻ നേരത്ത് ഒരു 1-2 മണിക്കൂർ കോമഡി കാണുക, സിനിമ കാണുക, സീരിയൽ കാണുക, സെക്സ് കാണുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ ദുർഘടമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത്. ആത്മീയത, അകക്കഴമ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. തൊലിയുണ്ട്, ആ തൊലിയും നിറൊക്കെ ഉണ്ട്, അതിനൊന്നൊരു കുഴപ്പമില്ല. മോഡിഫൈ ചെയ്ത നല്ല ശരീരമുണ്ട് പുറത്തൊക്കെ. പക്ഷെ അകക്കഴമ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മാറിക്കാനുള്ള കഴിവ് എന്നാണ്. അനാവശ്യങ്ങളോട് ഉള്ള താല്പര്യം അത് ഉണ്ടാകരുത്. അത് പകലുണ്ടായ രാത്രിക്ക് ക്ഷീണം വരും, രാത്രി ഉണ്ടായ പകലിനും ക്ഷീണം വരും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, നന്നായിട്ട് പറയാൻ നേരമില്ലല്ലോ. ഒറ്റ ഉദാഹരണം. വലിയ പണ്ഡിതനാണ്. പകല് ആളുകളെ കുറ്റം പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, സംസാരങ്ങളും മറ്റൊക്കെ മോശമാണെങ്കിൽ രാത്രിയെ ബാധിക്കും. രാത്രിയിൽ അങ്ങനെ പറഞ്ഞാൽ പകലിനെ ബാധിക്കും. പിന്നെ രാവും പകലൊക്കെ ഒരുപോലെ ആയിരിക്കും. അബുൽ ഖാസിം സയ്യിദു ത്വായിഫ അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു, വലിയ ആലിമല്ലേ, വലിയ സൂഫിയല്ലേ, വലിയ മഹാനല്ലേ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനെ അംഗീകരിക്കാത്ത ഒരു പണ്ഡിതനും അത്രയും വലിയ മഹാനാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ബഗ്ദാദിൽ ഒരു ജനാസ നിസ്കാരത്തിന് വേണ്ടി പോയി. ഷൗനീസിയ പള്ളി ബഗ്ദാദിലെ ഏറ്റവും വലിയ പള്ളിയാണ് അന്നും ഇന്നും. ആ പള്ളി പരിസരത്താണ് കൂടുതൽ മസാറുകളുള്ളത്. മഹാന്മാരായ ഒരുപാട് മഹാന്മാര് അന്തി ഉറങ്ങുന്നത് ഷൗനീസിയുടെ ചുറ്റുഭാഗങ്ങളിലാണ്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല മട്ടത്തിൽ ആമീൻ പറഞ്ഞോളി. അടക്ക ഭുംഭും എന്ന് പറഞ്ഞ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം ഉണ്ടെങ്കിലാണ് പോകാൻ പറ്റുള്ളൂ. ബൈത്തുൽ മഖ്ദിസ് പോയോ? നമ്മൾ പോയി, പൊട്ടിന് മുമ്പ് പോയതുകൊണ്ട് കാണാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പോകാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. യാത്രക്കാരെ കവാട അടച്ചാൽ പിന്നെ എങ്ങനെയാണ് പോകാൻ കഴിയുന്നത്? പോകേണ്ട ഒരു സ്ഥലം തന്നെയല്ലേ ബൈത്തുൽ മഖ്ദിസ്. ഇസ്രയേലിന്റെ പരിധി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. മറ്റുള്ള ആൾക്കാരെ വിടാൻ അവർക്ക് പേടിയാ. അവിടെ അല്ലാഹു തആല സമാധാനാന്തരീക്ഷം തരട്ടെ. പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ മാറ്റിയിട്ട് ജനങ്ങൾക്ക് ജീവിക്കാനും സ്വസ്ഥമായി പഠിക്കാനും ഇബാദത്തെടുക്കാനുള്ള നല്ല ഐശ്വര്യമുള്ള അവസ്ഥ അല്ലാഹു പ്രദാനം ചെയ്തു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സഹോദരിമാരുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റില് ഒരു സമ്മാനമായിട്ടൊരു കവറുണ്ട്. കവറിലെ മോനെ ഉണ്ട്, കവറും തരുന്നുണ്ട്. ആ കവറിൽ നല്ല സ്വതക്ക ഇട്ട് നാളെ മറ്റന്നാളായിട്ട് കൊണ്ടുവന്ന് ഏൽപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഈ വർഷം ഇങ്ങനെ സഹകരിക്കുന്നതനുസരിച്ചാണ് നമ്മളെ ഇല്യാസ് സഖാഫി ഉസ്താദ് പറയും, ആളുകൾ എത്ര സഹകരിക്കുന്നത് നോക്കുന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാം. അപ്പൊ കഴിഞ്ഞ ദർസിന്റെ വാർഷികത്തിനും മറ്റു പരിപാടികൾക്കൊക്കെ നിങ്ങൾ സഹകരിച്ചതുപോലെ ഇനിയും നല്ല സഹകരിക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര് പലരും നമ്മിൽ നിന്ന് മൗത്തായി പോയവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും വിശാലമായി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പള്ളി മുറ്റത്തെത്തി. ഷൗനീസിയ പള്ളിയുടെ മുറ്റത്തൊരു ഭിക്ഷക്കാരനെ കണ്ടു. അയാളിങ്ങനെ എല്ലാരോടും കൈനീട്ടുന്നുണ്ട്. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒന്ന് മന്ത്രിച്ചു പോയി, ഇയാൾക്കൊന്ന് പണിയെടുത്ത് ജീവിച്ചൂടെ, എന്തെങ്കിലൊക്കെ ഒരു ജോലി എടുത്ത് ജീവിച്ചൂടെ എന്ന് മനസ്സിൽ മന്ത്രിച്ചു. നാവോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ കൈ കാണിക്കുന്നു. കൊടുക്കുന്നവരും കൊടുക്കാത്തവരൊക്കെ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞു. രാത്രി സമയത്ത് വീട്ടിലെത്തിയിട്ട് കുറഞ്ഞ നേരം ഉറങ്ങി പിന്നെ എഴുന്നേൽക്കുന്നത് പതിവാണ്. ഒരു 3 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാല് അർദ്ധരാത്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് 1 മണി 2 മണിയാകുമ്പോഴേക്ക് എഴുന്നേൽക്കും. പിന്നെ നീണ്ട നിസ്കാരവും കരച്ചിലോട് കരച്ചിലുള്ള ദുആയും വലിയ ആത്മലഹരിയിലുള്ള തസ്ബീഹും ദിക്റും സ്വലാത്തും ഒക്കെയാണ് സുബ്ഹി വരെ. പക്ഷേ അന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ഉറക്കം വരുന്നു. നിസ്കാരത്തിന് ഭംഗി ലഭിക്കുന്നില്ല. നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. നിസ്കരിച്ചിരിക്കുമ്പോഴേക്ക് ഉറക്കം വരുന്നു. പിന്നെയും മുഖം കഴുകിയിട്ട് മഹാനവറുകൾ ഉണർന്നു വരുന്നു. പക്ഷേ ഉണർവ് കിട്ടുന്നില്ല. അങ്ങനെ ഉറങ്ങി ഒരിക്കൽ മഹാനവറുകൾ മുസല്ലയിലേക്ക് അങ്ങ് വീണു.
കൊണ്ടുപോയി. അപ്പോഴാണ് ഒരു രംഗം കണ്ടത്. വലിയ വലിയ മഹാന്മാരും ഉസ്താദുമാരും മുന്നോട്ട് വന്നിട്ട് പകല് സമയത്ത് കണ്ട ഭിക്ഷക്കാരനില്ലേ, അയാളെ മുന്നോട്ട് ഇങ്ങനെ തള്ളി നീക്കിയിട്ട് എന്നോട് പറയുന്നുണ്ട്, കുല്ലഹ്മഹു, ഇയാളെ ഇറച്ചി നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഇറച്ചി തിന്നോളൂ, ഫഖദ് ഇഗ്തബ്തഹു, അയാളെ നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ. ഞാൻ പറയുന്നു, ഞാൻ നാവ് കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെപ്പോലോത്തവരെ മനസ്സിൽ നിന്ന് ഇങ്ങനത്തെ ചിന്ത വരാമോ ജുനൈദേ? നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്ത മഹാനല്ലേ? ഈ പാവപ്പെട്ട മനുഷ്യനാ ഭക്ഷണം ഹലാലാണ്, ഭിക്ഷാടനം ഇയാൾക്ക് ഹലാലാണ്, ഇയാളൊരു സാധാരണ ആളാണ് എന്ന് നിങ്ങൾ കരുതിയോ? വലിയ വലിയ ഔലിയാക്കളൊക്കെ ഇയാളെ മുന്നോട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഇയാളെ മാംസം തിന്നോളൂ, വേണ്ടാത്ര ഭക്ഷിച്ചോളൂ. ജുനൈദുൽ ബഗ്ദാദി തങ്ങള് ഔലിയാക്കൾ ഒരുമിച്ച് കൂടിയിട്ട് ഇയാളെ മുന്നോട്ട് നിർത്തിയ ഒരു സ്ഥലം മനസ്സിൽ ഓർമ്മയുണ്ട്. നട്ടപ്പാതിര നേരത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വീട് വിട്ട് ഇറങ്ങി യാത്രയായി. ഒരു തോട്ടത്തിലാണ് മഹാൻ അവറുകൾ കണ്ട കാഴ്ച. ആ തോട്ടം ലക്ഷ്യമാക്കി നീങ്ങുമ്പോ ആ തോട്ടത്തിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ അടുത്തതായി പകല് ഭിക്ഷാടനം നടത്തി കണ്ട വ്യക്തി മാലയും പിടിച്ച് തസ്ബീഹിലായിരിക്കുന്നു. നട്ടപ്പാതിര നേരത്ത് ദിക്ർ ചൊല്ലിയിരിക്കുകയാണ്. കണ്ടവാടെ ചോദിച്ചു, യാ അബൽ ഖാസിം അതഊദ്, ഇനി ആവർത്തിക്കുമോ? നിങ്ങളെ മനസ്സിൽ നിന്ന് ഇത്ര ചിന്ത ഇനി മേലാലുണ്ടാകുമോ? ഞാൻ ഭിക്ഷാടനം നടത്തിയ നിങ്ങൾക്ക് എന്താ കുറവ്? പറ്റുമെങ്കിൽ തരും, അല്ലെങ്കിൽ തരാതിരുന്നാ പോരെ. എന്തിനാണ് ആ ചിന്ത വന്നത്? ഞാൻ ഈ ഭിക്ഷാടനം നടത്തിയത് എനിക്കാന്ന് കരുതിയോ നിങ്ങള്? എന്നെക്കാളും പാവങ്ങള് ജീവിക്കുന്ന നാട്ടില്, ഒരു വകുപ്പില്ലാത്ത പട്ടിണി പാവങ്ങള്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പൊരുത്തത്തോടെ തരുന്നത് കൊണ്ടുപോയി കൊടുക്കാനല്ലേ, എനിക്ക് ഭക്ഷിക്കാനൊന്നല്ലത്. നിങ്ങളെ മനസ്സിലെന്താ ചിന്ത വന്നത്? മനസ്സിൽ അങ്ങനെ ചിന്ത വന്നിട്ട് പിന്നെ അങ്ങനെ നമ്മളെ കഥ പറയണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മളെ ഹാലെന്താ പറയുള്ളൂ? നമ്മൾ ഓരോരുത്തരും കാണുമ്പോഴേക്ക് തന്നെ മൈനസ് അല്ലേ വരുന്നത്, പ്ലസ് അല്ലല്ലോ ആദ്യം തന്നെ, മൈനസ് അല്ലേ. പിന്നെ പോയില്ലേ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അന്നത്തെ രാത്രി നഷ്ടമായത് ആ ഒരൊറ്റ ചിന്ത കൊണ്ടാണ്. അപശബ്ദങ്ങളും അനാവശ്യ സംസാരങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വലിയ കാതലായ അമല് ജീവിതത്തിൽ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു അവസരമാണ് സഹോദരങ്ങളെ. ഇതൊക്കെ ജീവിതത്തിൽ അങ്ങനൊക്കെ ശീലിച്ചത് കൊണ്ടാണ്. ഈ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്നെ വഫാത്തിന് ശേഷം ശിഷ്യന്മാർ കണ്ടപ്പോ ചോദിച്ചു, ഉസ്താദെ എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് ചോദിച്ചു. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, ത്വാഹത്തിൽ ഇബാറാത്ത്, ഞാൻ ആ പറഞ്ഞില്ല പറച്ചിലുകളൊക്കെ അല്ലേ, ഇതൊക്കെ പാറിപ്പോയി. ഉഗ്രൻ പ്രഭാഷകനായിരുന്നു. വയലങ്ങോട്ട് പറഞ്ഞാ ജനങ്ങളെ കൽബൊക്കെ തരിച്ചു പോവും. തൗബ ചെയ്തിട്ട് ആൾക്കാർ എണീറ്റ് പോവും. എഴുതി ഒരു ഗ്രന്ഥം പുറത്തിറക്കിയാൽ അതിന് തിക്കും തിരക്കുമാണ് കോപ്പി വാങ്ങാൻ. അത്രയും വലിയ ഇൽമിന്റെ ബഹറാൻ. അതൊക്കെ പോയി മക്കളെ. അന്തിപ്പാതിര നേരത്ത് നിസ്കരിച്ച കുറച്ച് റക്അത്തുകളല്ലാതെ ഉപകാരം കിട്ടിയിട്ടില്ല. ഇവിടെ എത്തി നോക്കുമ്പോ ആകെ സൗന്ദര്യം കണ്ടത് അതാണ്. വഫാത്തിന് ശേഷം പറയാണ്, ഇവിടെ എത്തി നോക്കുമ്പോ ദുന്യാവിട്ട് ആഖിറത്തിലേക്ക് വന്നില്ലേ, ആഖിറത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ ഖബർ. ഇവിടെ എത്തി നോക്കുമ്പോ ആകെ ഉപകാരപ്പെട്ടത്, വെളിച്ചം കിട്ടിയത്, ഖബറിന് പ്രകാശം കിട്ടിയത്, ഇരുട്ടൊക്കെ നീങ്ങിയത് ആ നിസ്കാരം കൊണ്ടാണ്. മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിസ്കരിച്ച നിസ്കാരമാണ് സ്വലാത്തുൽ ലൈൽ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. മക്കത്ത് വെച്ച് അല്ലല്ലോ സഹോദരങ്ങളെ ളുഹറും അസ്റും മഗ്രിബും കാര്യമായിട്ട് കൂടുതൽ നിസ്കരിച്ചത്. അതിനു മുമ്പേ മക്കത്ത് നിസ്കരിച്ചിരുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാരം നിർബന്ധമായി വരുന്നതിന് മുമ്പ് ആകെ ഒരു നിസ്കാരമേ ഉള്ളൂ, രാത്രിയിലെ നിസ്കാരം. രാത്രി നിസ്കാരം നിസ്കരിക്കാത്ത ഒറ്റ നബിമാരും ഇല്ല ലോകത്ത്. എല്ലാ നബിമാരും നിസ്കരിച്ചിട്ടുണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഇബ്ലീസ് വന്നു ഒരു ദിവസം. ഇബ്ലീസ് എല്ലാ നബിമാരത്തും വന്നിട്ടു. യഹ്യാ നബിന്റെ അടുത്ത് വന്നപ്പോ യഹ്യാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇബ്ലീസേ എന്നോടൊരു കാര്യം ചോദിക്കാണ്ട്. എന്താ ചോദിക്കാനുള്ളത്? ജനങ്ങള് മൊത്തത്തിൽ നിന്റെ കയ്യിൽ എത്ര വിഭാഗമാണെന്ന് ചോദിച്ചു.
അപ്പൊ ഇബ്ലീസ് പറഞ്ഞു 3 വിഭാഗമാണ് എന്റെ കയ്യിൽ മൊത്തം ആളുകൾ. ഒന്ന് എത്ര പിടിച്ച് ഉരുട്ടി മറിച്ചു കൊണ്ടുവന്നാലും ലക്ഷ്യത്തിലേക്ക് വീഴൂല. നിങ്ങളെ പോലെ തന്നെ നബിമാര്, പിന്നെ കുറച്ച് ഔലിയാക്കളുണ്ട്. എത്ര ഉരുട്ടി മറിച്ചാലും കിട്ടൂല, വെറുതെ നമ്മളെ അധ്വാനം വെറുതെ. അപ്പൊ ഇബ്ലീസിനോട് യഹ്യാ നബി അലൈഹി സ്വലാം ചോദിച്ചു, പിന്നെ രണ്ടാമത്തെ വിഭാഗം ഏതാ? രണ്ടാമത്തെ വിഭാഗം കുട്ടികളെ തട്ടുന്ന പന്ത് പോലെയാണ് അവർ എന്റെ കയ്യിൽ. ഞാൻ എങ്ങോട്ട് വലിച്ചാലും കിട്ടും, എങ്ങോട്ട് തള്ളിയാലും കിട്ടും, എങ്ങോട്ട് പോയാലും കിട്ടും, എങ്ങനെ കളിച്ചാലും അവർ കിട്ടും. അങ്ങനത്തെ ഒരു വിഭാഗം. ഞാൻ എങ്ങനെ വിളിച്ചാലും എങ്ങനെ തോണ്ടിയാലും എങ്ങനെ ലക്ഷ്യം കൊടുത്താലും അതായത് കറക്റ്റ് നടക്കും. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, കുറെ ഞാൻ അവരെ തെറ്റുകുറ്റങ്ങളിൽ തള്ളിയിടും. അപ്പോഴേക്ക് അവർ കണ്ണീരർപ്പിച്ച് തോപ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് പഠിച്ചോണ്ടിരുന്ന് രക്ഷപ്പെടും. പിന്നെയും ഞാൻ അവരെ വീഴ്ത്തും, പിന്നെയും ഒരു കണ്ണീരൽപ്പിക്കും. റമദാനൊക്കെ ഒരു ഹജ്ജിന് പോകും, പല രംഗങ്ങൾ പോയിട്ട് പിന്നെയും സടകുടഞ്ഞ് എഴുന്നേൽക്കും. അങ്ങനെ കിട്ടും, ചിലപ്പം കിട്ടും, ചിലപ്പോൾ തീരെ കിട്ടില്ല, നഷ്ടപ്പെടും, പിന്നെയും കിട്ടും, നോക്കും, പിന്നെയും നഷ്ടപ്പെടും. ഇങ്ങനെ കളിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ബാക്കിയുള്ള മുഅ്മിനീങ്ങളൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു. യഹ്യാ നബി അലൈഹി സ്വലാം 3 വിഭാഗത്തെയും പരിചയപ്പെടുത്തി ചോദിച്ചു, എന്നെ പിടിക്കാൻ വല്ലപ്പോഴും എന്നെ വരുതിയിലാക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര വലിയ നബിയാണ് യഹ്യാ നബി അലൈഹി സ്വലാം. ഖുർആൻ യഹ്യാ നബിയെ പറ്റി പറഞ്ഞ വാക്കെന്നെന്താ? നബിയ്യം വഹസൂറൻ വഹസൂറൻ വനബിയ്യം മിനസ് സ്വാലിഹീൻ. യഹ്യാ നബിയെ പറ്റി ഖുർആൻ അല്ലാഹ് പറഞ്ഞൊരു വാക്കാണ് ഹസൂർ. ശരീരത്തിന്റെ വികാര വിചാരങ്ങളിലേക്ക് താല്പര്യമില്ലാതെ ഇബാദത്തിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആളാണ് ഹസൂർ. അല്ലാതെ വന്യകരണം ചെയ്തിട്ട് ഇബാദത്തിലേക്ക് നിൽക്കുന്ന ആളല്ല. അത് ഇസ്ലാമിൽ പറ്റില്ല ആ പരിപാടി. ശരീരത്തിന്റെ ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ മറികടന്നിട്ട് ഇബാദത്തിന്റെ താല്പര്യത്തിലേക്ക് നിൽക്കും. ആ നബിയാണ് യഹ്യാ നബി അലൈഹി സ്വലാം. യഹ്യാ നബി അലൈഹി സ്വലാമിനോട് ഇബ്ലീസ് പറയാണ്, നിങ്ങളെ ഞാൻ നോക്കി, പക്ഷെ കുറച്ച് കിട്ടിയത്, രക്ഷ ഉണ്ടായില്ല. എപ്പോഴാന്ന് ചോദിച്ചു, നിങ്ങളെ കുടുംബക്കാരന്റെ വീട്ടിൽ സൽക്കാരത്തിന് പോയില്ല, ആ പോയി. അന്ന് രാത്രി നിങ്ങൾ കുറച്ചുകൂടി ഏറെ ഭക്ഷണം കഴിച്ചില്ലേ? ആ കഴിച്ചു. അന്ന് രാത്രി എഴുന്നേറ്റപ്പോ കുറച്ച് വൈകിയല്ലേ എണീറ്റത്? അതെ. ഞാൻ കുറച്ചുകൂടി തരാൻ വേണ്ടി നോക്കി, നിങ്ങൾ മതിയാക്കി. കുറച്ചുകൂടി നിങ്ങളെ ഭക്ഷിപ്പിക്കണം നിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഹലാലുമാണ്, കുടുംബക്കാരാണ്, ഉറപ്പുള്ള ഭക്ഷണമാണ്, ഇഷ്ടംപോലെ ഇങ്ങനെ കഴിച്ചോട്ടെ നിർത്തിയിട്ട് പിന്നെ അപ്പുറത്ത് നിങ്ങൾ നിർത്തി. അപ്പൊ കുറച്ച് ഏറെ കഴിച്ചതുകൊണ്ട് അന്ന് എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയില്ലേ? ആ വൈകി. അത് നമ്മളെ പരിപാടിയാണ്. അത് ശരി, എന്റെ പരിപാടിയാണ് അല്ലേ? ഇനി മേലാല് ഭക്ഷണം ഫുള്ളായിട്ട് കഴിക്കണ, വയറിന് കുറച്ച് മതിയും തോന്നുമ്പോഴേക്ക് നിർത്തും, അല്ലാതെ അതിലപ്പുറം കഴിക്കൂല എന്ന് തീരുമാനം എടുത്തു. ഇബ്ലീസ് പറഞ്ഞു, ആർക്കും വേദന കൊടുക്കൂല എന്ന് പറഞ്ഞു. കാരണം ഒരു ഉപദേശം കൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചാലും പിന്നെ എനിക്ക് ആളുകൾ ഇങ്ങനെ പോകൂലേ, അതുകൊണ്ട് വേദന കൊടുക്കുന്ന പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു. ഇബ്ലീസ് അങ്ങനെയും പ്രതിജ്ഞ എടുത്തു. ഞാൻ പറഞ്ഞു തന്നത്, ഇബ്ലീസ് ആ യഹ്യാ നബി അലൈഹി സ്വലാമിനെ കാര്യമായിട്ട് ലക്ഷ്യമാക്കിയത് ആ നിസ്കാരം മുടക്കാനാണ്. അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാമിനും വലിയ സന്തോഷമുള്ള അമലായിരുന്നു ആ നിസ്കാരം. നബിയുല്ലാഹി യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്നതും രാത്രിയെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമാണ്. പൊട്ടിക്കരഞ്ഞ് ദ്വാരുന്നത്, ഇജാബത്ത് അല്ലാഹു നൽകിയത്, ആസ്വദിച്ചത്, അനന്തരഫലമായി 10 മക്കളും കുറ്റക്കാരായിരുന്ന മക്കള് ഔലിയാക്കളായി തീർന്നത് മറക്കരുത്. ഇതൊരു ചെറിയ സംഗതിയല്ല. ഒരു 2 റക്അത്തെങ്കിലും ഞാൻ അത്രേ പറഞ്ഞു, അല്ലാതെ നിങ്ങളോട് മണിക്കൂർ കണക്ക് നിസ്കരിക്കാൻ പറയില്ല. അപ്പൊ നമ്മള് 10 മണി കുറച്ച് കഴിഞ്ഞ് വയല് നിർത്തിയിട്ട് വീട്ടിൽ പോയാല് സുഖമായിട്ടൊരു 4-5 മണിക്കൂർ എല്ലാവർക്കും കിട്ടില്ല ഉസ്താദേ, എല്ലാവർക്കും കിട്ടും, തടസ്സമൊന്നും. എന്നാലും ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ സമയമുണ്ടല്ലോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എഴുന്നേൽക്കാൻ എത്ര ആയിട്ട് ഉണരാൻ കഴിയണില്ല എന്നാണോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മരുന്ന് ഉപയോഗിച്ചാൽ മതി. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 4 ആയത്തുകൾ അത് ഓതുമ്പോ സമയം മനസ്സിൽ കരുതി ഓതുക. പരിശോധിക്കാൻ വേണ്ടി ഇത് ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മക്ക് അതിൽ വിശ്വാസം ഇല്ലാന്നാ വരിക. ഉസ്താദാ പറഞ്ഞു ഒന്നും നോക്ക, എണീക്കോ, എണീക്കാണെങ്കിൽ നാളെ ഓതണ്ട, അങ്ങനെ ആക്കരുത് എന്ന് ഓതാൻ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി
വലൗ ജിനാ ബിമിസ്ലിഹി മദദാ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലൈഹി അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ് ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഈ 4 ആയത്ത് ഓതുന്നതിനിടയ്ക്ക് സമയം നമ്മുടെ മനസ്സിൽ നിശ്ചയിക്കുക. എഴുന്നേൽക്കുമെന്നത് തീർച്ചയാണെന്ന് ഞാൻ പറഞ്ഞതല്ല. അൽ കഹ്ഫ് നിങ്ങളെ വിളിച്ചുണർത്തുമെന്ന് പറഞ്ഞത് സയ്യിദത്തുനാ ബീവി ആയിഷ. അൽ കഹ്ഫിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ വിശേഷിച്ചപ്പോ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞതാണ്. വേറെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പൊ ഇത് അത്തരക്കാർക്കൊരു ചിലപ്പോ മൊബൈലൊക്കെ അടിയുണ്ടാവുകയും മൊബൈൽ ഇങ്ങനെ ആ റൂമിലടി ചിലപ്പോ അയൽവാസികളൊക്കെ എണീറ്റിട്ടുണ്ടാവും. ഇവരെ റൂമിലെ ഈ മൊബൈലിന്റെ സൗണ്ട് കൊണ്ട് അതൊരു സഹായമാണ്. ചില ആൾക്കാർ ചില വീട്ടിൽ അങ്ങനെ ഓല കൂർക്കം വലി കൊണ്ട് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെയല്ല. മുമ്പ് 4 റൂമൊന്നും 4 ആൾക്കാർ കൂർക്കം വലിച്ചപ്പോ ഇങ്ങനെ ഏറ്റുമുട്ടിയപ്പോ പുറത്ത് വന്ന കള്ളം പറഞ്ഞ അവിടെ ആരും ഉറങ്ങിയിട്ടില്ല, ഒരു തിരിച്ചുപോയി. അപ്പൊ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയപ്പോ മറ്റേ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തുനിന്ന് തുടങ്ങി. അപ്പൊ അപ്പുറത്ത് ഇതിങ്ങനെ ഒരുമിച്ച് പുറത്ത് കേട്ടപ്പോ ഒരു സംസാരം പോലെ തോന്നിയപ്പോ അതൊരു സഹായമാണല്ലോ. അപ്പൊ അവര് പോയി. നമ്മളെ ഈ വലിയോട് ഒരു അപ്പുറത്തുള്ളവരൊക്കെ ഉണരുന്നുണ്ടാവും ഈ ശബ്ദം കൊണ്ട്. സുബഹിന്റെ മുമ്പ് തന്നെ നമ്മളെ ഉണർത്തുന്ന ഒരു ജീവിയുണ്ട് നാട്ടില്, അറിയോ? ഒന്നാനാകാശത്തിലെ തസ്ബീഹിന്റെ ശബ്ദം കേട്ടിട്ട് തസ്ബീഹ് ചൊല്ലുന്ന കോടി. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞില്ല, ലാ തകുൻ അജസ മിനദ്ദീഖ്. മോനെ വിളിച്ചു പറഞ്ഞു, മോനെ കോഴിനേക്കാളും നീ ദുർബലനാകരുത്. കോഴി അത് മുകല്ലഫല്ല, തക്ലീഫുള്ള ജീവിയല്ല. ഫഇന്നഹു യുസവ്വിതു ബിൽ അസ്ഹാർ. അത്തായ നേരത്ത് അത് ശബ്ദിക്കുന്നു. ഒന്നാനാകാശത്തിലെ തസ്ബീഹ് കേട്ടിട്ടാണ് കോഴി കൂകുന്നത്. കൂകിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് നാളെ കോഴി സാക്ഷി നിൽക്കും. പക്ഷേ നമ്മൾ സുഖസുഷുപ്തിയിൽ മറക്കരുത്. ഏത് എയർ കണ്ടീഷൻ റൂമിലാണെങ്കിലും ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഓതുക. നേരത്തെ പറഞ്ഞ മുറകളൊക്കെ സ്വീകരിക്കുക. ഒരു 2 റക്അത്തെങ്കിലും പതിവാക്കുക. ആ 2 റക്അത്ത് തിളക്കത്തോടെ ഖബറിൽ വെച്ച് കാണണം, മഹ്ശറിൽ വെച്ച് കാണണം. 1000 റക്അത്ത് നിസ്കരിച്ച സയ്യിദത്തുനാ ബീവി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വരുമ്പോ 2എങ്കിലും നമുക്ക് വേണ്ടയോ? അവര് നമ്മുടെ സുഖത്തിന്റെ 100ൽ നിന്ന് ഒരു 0.5% പോലും ദുനിയാവിൽ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ കൂട്ടി നോക്കുമ്പോ സ്വർഗീയ സമാനമല്ലേ സഹോദരങ്ങളെ? എല്ലാ സുഖങ്ങളും നിങ്ങൾ കൂട്ടി നോക്ക്. മുമ്പ് കാലത്തൊന്നും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നിക്ഷേപങ്ങൾ ഉള്ളതുപോലെ, ഭക്ഷ്യവസ്തുക്കളുടെ നിക്ഷേപമുള്ളതുപോലെ ഉപ്പാപ്പമാരെ കാലത്തില്ലല്ലോ. റമളാനിലേക്കുള്ളത് ഫുള്ള് റെഡിയായില്ലേ? ഒരു മാസത്തേക്കുള്ളത് ഒരു 10-25 കൊല്ലം മുമ്പ് റമളാനിന്റെ അന്നായിരിക്കും ഒരു പക്ഷേ റമളാനില് കുറച്ചെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേന്ന് കരുതിയിട്ട് കുറച്ച് പൊടിയും മറ്റൊക്കെ വാങ്ങുന്നത്. അള്ളാഹു നമുക്ക് തന്ന നിയമത്തിന്റെ സുഖങ്ങൾ, അതിന്റെ വ്യാപ്തി നമ്മൾ മറക്കരുത്. ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് പതിവാക്കണം. 11 റക്അത്ത് വിത്ർ നീണ്ട രൂപത്തിൽ നിസ്കരിച്ചിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ മാർഗം പിൻപറ്റിയിട്ട് ഒരു 2 റക്അത്തെങ്കിലും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉമ്മമാര് പതിവാക്കണം. നിസ്കരിക്കാനില്ലാത്ത ഒന്നും ഉമ്മമാര് എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് എന്തിന്? മുഖം കഴുകി ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി മാലയെടുത്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അത്തായ നേരത്തുള്ള ഇസ്തിഗ്ഫാറിന് വലിയ മൂല്യമുണ്ട്. അള്ളാഹു പാപം പൊറുക്കാൻ ഏറ്റവും വലിയ ഇസ്തിഗ്ഫാർ അത്തായ നേരത്തുള്ള ഇസ്തിഗ്ഫാറാണ്. പടച്ച റബ്ബ് കണക്കൂട്ടുന്ന ഉറക്കൊഴിവാക്കിയിട്ട് എന്നെ ഓർത്തുകൊണ്ട് മാപ്പപേക്ഷ നടത്താനല്ലേ എന്റെ അടിമ എഴുന്നേറ്റത്. ഉറങ്ങാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ, ബെഡ് ഉണ്ടല്ലോ, AC ഉണ്ടല്ലോ, കൂടെ തുണയുണ്ടല്ലോ, ഇണയൊക്കെ ഉണ്ടല്ലോ. ആരും പറയില്ലല്ലോ, എതിർപ്പാരും പറയില്ലല്ലോ. സുബഹിയാൻ കൊടുക്കുമ്പോ എഴുന്നേറ്റാ മതിയല്ലോ. എന്നിട്ടും എന്തിനാ എഴുന്നേറ്റത്? യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ, എന്നെ പ്രതീക്ഷിച്ചിട്ടല്ലേ. ഞാൻ അയാളെ ഖായിബാക്കൂല, ഞാൻ അയാളെ പരാജയപ്പെടുത്തൂല. ഒരൊറ്റ പോയിന്റ് കൂടി ആ വേസിൽ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒറ്റ കാര്യം കൂടി, നാളെ ആഖിറത്തിലെത്തുമ്പോ ഹിസാബില്ലാതെ വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾ കുറേയുണ്ട്. അത് വേറെ ചർച്ച പറയേണ്ടതാണ്. ഹിസാബില്ലാതെ കുറെ ആളുകളെ പേര് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കുറെ വിഭാഗത്തെ.
കുറച്ചാൾ എണീക്കൊള്ളൂട്ടോ. അങ്ങനെ വിളിയാളം വരുമ്പോ കുറച്ചാൾ എണീക്കൊള്ളൂ. ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് എണീറ്റ് പോകുന്ന നമുക്ക് കാണാം. അതിൽ അവസാനം വിളിക്കുന്ന ഒരു വിളിയുണ്ട്, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ. കിടപ്പറകൾ മാറ്റിയിട്ട് അല്ലാഹുവിനെ ദിക്റിലും ദുആയിലും നിസ്കാരത്തിനും വേണ്ടിയിട്ട് ശരീരത്തെ പൊക്കിയെടുത്തുകൊണ്ട് അതിലേക്ക് നിന്നുപോയ ആളുകൾ എവിടെ? ഈ ഒരു വിളിയാളം കഴിഞ്ഞാൽ പിന്നെ വിചാരണ തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകൾ ഇങ്ങനെ ചോദിക്കുമ്പോ മഹ്ശറിലെ അതേ അർശിന്റെ ചുവട്ടിൽ നിന്ന് കുറഞ്ഞ ആളുകൾ അവിടൊന്നും ഇവിടൊന്നും എഴുന്നേറ്റ് പോകും. മലക്കുകൾ അവരെ വരവേറ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവർക്ക് കിതാബ് കൊടുക്കുന്നില്ല, മീസാനില്ല, സിറാത്തിന്റെ ചെക്കിംഗ് പോയിന്റ് ഇല്ല. മർഹബ പറഞ്ഞ് മലക്കുകൾ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പൊക്കെ പറഞ്ഞ വിഭാഗങ്ങളുണ്ട്, അതിലൊക്കെ പെട്ട് കിട്ടാൻ കുറെ പണിയാണ്. ഇതിലൊക്കെ പെടാൻ പറ്റും, ഇതിലെങ്കിലും പെടാൻ പറ്റും. ഈ ഒരു ചോദ്യം കഴിഞ്ഞാൽ തഹജ്ജുദിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ശരീരഭാഗങ്ങൾ ഉറക്കൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശരീരങ്ങൾ എടുത്തുയർത്തിയിട്ട് ദുആഇന് വേണ്ടി ശരീരങ്ങൾ എടുത്തുയർത്തിയ ആളുകൾ എവിടെയെന്നാ ചോദിക്കുന്നത്. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ. ആ ഒരു ചോദ്യത്തിൽ ഉത്തരത്തിൽ നമ്മളങ്ങോട്ട് പോയി കിട്ടിയാൽ എത്ര സുഖാന്നറിയാം. കിതാബൊക്കെ കിട്ടിയിട്ട് വായിക്കാന്ന് പറഞ്ഞാൽ ചെറുതല്ല സംഗതി. ആകുല സഹോദരങ്ങളെ, ഇവിടെ തന്നെ ഒരു സമൻസ് വന്നാൽ നമ്മൾ കുഴങ്ങിയില്ലേ? നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക്, അള്ളാഹു കാക്കട്ടെ, ഒരു ഈടിന്റെ ലെറ്റർ വന്നാൽ തന്നെ വന്നു എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ കുറെ ആൾക്കാരെ കണ്ടില്ലേ, അവർ പിറ്റത്താഴ്ച ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? വായിച്ചില്ലേ? ആഴ്ച മറന്നുപോയോ? വലിയ വലിയ ഉദ്യോഗസ്ഥ, വലിയ വലിയ ഭരണരംഗത്തിരുന്ന ആൾക്കാർ ഈടിന്റെ സമൻസ് വന്നു പിറ്റത്താഴ്ച അവരെവിടെ? ഹോസ്പിറ്റലിലാണ്. എന്തിന്? ബോധം കെട്ട് വീണു, രക്തത്തിന്റെ അളവൊക്കെ കുറഞ്ഞു, അവിടെ കുറെ കൗണ്ടും അധികരിച്ചു, ഒരു മരിച്ചു പോന്നൊക്കെ തോന്നി. അങ്ങനെ അവസ്ഥയൊക്കെ മാറി. ചിലര് ഭക്ഷണം കഴിക്കുന്നില്ല. ഒരു സമൻസ് വന്നിട്ടുള്ളൂ. ഭൗതിക ലോകത്ത്, പാരത്രിക ലോകത്ത് റെക്കമെൻഡ് ഉണ്ടൊന്നും കഴിച്ചിലാകൂലല്ലോ. ഉത്തരം പറയേണ്ടടുത്ത് പറയണ്ടേ? ചോദിക്കുമ്പോ ചോദ്യം കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? വായിക്കാളത് വായിക്കണ്ടേ, കേൾപ്പിക്കണ്ടേ, ഒക്കെ വേണ്ടേ? അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അത്ര വലിയ സുഗന്ധ ഉള്ളത്. അതിനാണ് ഈ പറഞ്ഞ അടയാളം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഫുള്ളായിട്ടൊന്നും ഹയാത്താക്കാൻ കഴിയൂല. ഭാഗികമായിട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അതിന് ശ്രമിക്കണം, കുറച്ചെങ്കിലും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊക്കെ ആവതാണ് ഒരു 2 റക്അത്തെങ്കിലും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉമ്മമാര്, ആ ശീലം ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് മഹദിമാരുണ്ട് അങ്ങനെ നിസ്കരിച്ചവര്. അവരെ നിസ്കാരം കണ്ട് മക്കളൊക്കെ ആ മാർഗം സ്വീകരിച്ചവർ എത്രയോ ഉണ്ട്. ഞാനത് പരത്തിപ്പോകുന്നില്ല, വിഷയം ദീർഘിച്ചു പോകുന്നു കരുതിയിട്ട് അടുത്ത നമ്പറിലേക്ക് കിടക്കട്ടെ. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. പകലിൽ ഈ സ്വഭാവവും രാത്രി ഈ സന്തോഷമുള്ള അമലും നല്ല ആത്മീയത മുറ്റിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം പാരത്രിക ലോകത്തെക്കുറിച്ച് തികഞ്ഞ ബോധവും നരകത്തെപ്പറ്റി വല്ലാത്ത ഭയപ്പാടുമുള്ളവരാണ്. അവരെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. ഞങ്ങളുടെ രക്ഷിതാവേ, ഈ സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി തരണേ അല്ലാഹ്. ഈ സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകശിക്ഷ ഞങ്ങൾക്ക് നീ കാണിക്കരുത്. കാണാൻ പോലും പറ്റിയ ശിക്ഷയല്ല സഹോദരങ്ങളെ നരകശിക്ഷ. കണ്ടാൽ
ഇത്ര പേടിയുള്ള ശിക്ഷ വേറൊരു ശിക്ഷയില്ല. 500 കൊല്ലത്തെ വൈദൂരം അപ്പുറത്തുനിന്ന് നരകത്തിന്റെ ആർത്തിരമ്പുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, നല്ല നിലക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാത്ത ആളുകള് വിളിച്ചു പറയാൻ തുടങ്ങി, ഹുനാലിക ദഉ സുബൂറാ, നാശത്തിന്റെ കഥ പറയാൻ തുടങ്ങി. കുടുങ്ങിയല്ലോ, നരകത്തിന്റെ ആർത്തിരമ്പുന്ന ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, ദൂരസ്ഥലത്ത് നിന്ന് നരകത്തവർ കാണുമ്പോഴേക്ക് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, കലിതുള്ളുന്ന ശബ്ദം നരകത്തിനുണ്ട്. അതേ, തേങ്ങി തേങ്ങി കരയുന്ന ശബ്ദവും നരകത്തിനുണ്ട്. കേൾക്കുമ്പോഴേക്ക് അതാ വാവിട്ട് കരയാൻ തുടങ്ങി. പടച്ചോനെ, ആ നരകത്തെ കാണിക്കരുത്, നരകത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തരുത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരക ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് തിരിക്കണേ അല്ലാ. ഇന്ന അദാബഹാ കാന ഗറാമാ, നരകത്തിന്റെ ശിക്ഷ അത് വിട്ടുമാറാത്ത ശിക്ഷയാണ്. ഒരു സെക്കൻഡ് പോലും അളവ് കുറയാത്ത ശിക്ഷയാണ്, ഡിഗ്രി കുറയാത്ത ചൂടാണ്. ഇന്ന അദാബഹാ കാന ഗറാമാ, ചൂട് കുറയൂല. 3000 കൊല്ലം കത്തിച്ച് പാകപ്പെടുത്തിയ നരകം. അങ്ങനെ തീ എവിടെ ഉള്ളത്? 3000 കൊല്ലം അല്ലാഹു തആല കത്തിച്ച് പാകപ്പെടുത്തിയിട്ടുണ്ടത്. 1000 കൊല്ലം കത്തിച്ചപ്പോൾ നരകം അങ്ങോട്ട് വെളുത്തു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോഴേക്കത് ചുവന്നു. പിന്നെ 1000 കൊല്ലം കത്തിച്ചപ്പോഴേക്ക് ഹത്തസ്വദ്ദത്, നരകം കറുത്തിരുണ്ടു. ഫഹിയൽ ആന സൗദാഉ മുദ്ലിമ, ഇപ്പൊ നരകത്തിന്റെ കളറ് കറുത്തിരുണ്ട കളറാണ്. തോന്നും നമുക്ക് കറുത്തിരുണ്ടതായത് കൊണ്ട് കനൽക്കട്ട കറുത്തതുപോലെ ആയിരിക്കും. അല്ല, വല്ലാത്ത ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നാറുക്കും ജുസുഉൻ മിൻ 70 മിൻ നാരി ജഹന്നം, ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീ എത്ര വലിയ ആറ്റം ബോംബിന്റെ തീയാണെങ്കിലും, എത്ര വലിയ ഉഗ്രൻ സ്ഫോടനത്തിന്റെ തീയാണെങ്കിലും, എത്ര വിഷാംശങ്ങൾ എത്ര ദിവസം അന്തരീക്ഷത്തിൽ മുറ്റി നിൽക്കുന്ന തീഗോളമാണെങ്കിലും, അതൊക്കെ നരകത്തിന്റെ തീയിന്റെ 70-ൽ ഒരു അംശമേ ഉള്ളൂ. ജുസുഉം മിൻ 70 മിൻ നാരി ജഹന്നം, നരകത്തിന്റെ തീയിന്റെ 70-ൽ ഒരു അംശമാണ് ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീയ്. അതെത്ര വലിയ തീയാണെങ്കിലും, എത്ര ഉപകരണങ്ങളിൽ നിന്ന് വന്നതാണെങ്കിലും, എത്ര ആധുനിക യന്ത്രങ്ങൾ ഘടിപ്പിച്ച് എത്ര മണിക്കൂറുകളോളം അതിന്റെ ചൂട് നിലനിൽക്കുന്നതാണെങ്കിലും നരകത്തിന്റെ ചൂടിനൊക്കൂല. സഹിക്കാൻ പറ്റാത്തതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും അധികം കാവൽ ചോദിക്കുന്നത് ഒരു മുസ്ലിം നരകശിക്ഷയിൽ നിന്നാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കാല് മാറ്റാതെ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഒന്ന് മനസ്സൊരുത്തി ഓർത്ത് പറയണം. സുബ്ഹിക്ക് ശേഷവും പറയുന്നില്ലേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഖതീബ് ഖുതുബയിൽ അവസാനം 3 വട്ടം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമല്ലേ ജുമുഅ? ജുമുഅക്ക് മുമ്പുള്ള ശ്രേഷ്ഠതയുള്ള അമലല്ലേ ഖുതുബ? ആ ഖുതുബയിൽ ഏറ്റവും ആവർത്തിച്ച് പറയുന്ന ദുആ നരകത്തിൽ നിന്നുള്ള കാവലാണ്. ഏതെങ്കിലും നിസ്കാരമുണ്ടോ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഏതെങ്കിലും നിസ്കാരമുണ്ടോ സഹോദരങ്ങളെ? ഒറ്റ നിസ്കാരവുമില്ല. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കടന്നുകൊണ്ട് പറയണം, 3 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല വഇസ്റാഫീല വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. അവിടെയും ചോദിക്കുന്ന അങ്ങനെ തന്നെ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ചിന്തിക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല സഹോദരങ്ങളെ അത്. കാവൽ ചോദിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തെ ഒന്ന് കാണാനും നരകത്തെ ഒന്ന് തൊടാനുമുള്ള ഹതഭാഗ്യത അല്ലാഹു തആല നൽകാതിരിക്കട്ടെ. നരകത്തിൽ കടക്കാൻ കഴിയൂല. ഇന്ന അദാബഹാ കാന ഖറാമാ, വിട്ടുമാറാത്ത ശിക്ഷ. ഖറാം എന്ന് പറഞ്ഞാൽ മുലാസിമൻ ദായിമൻ, എന്നും ഒരേ ലെവലിലുള്ള ശിക്ഷ ദുനിയാവിലും കാണാൻ കഴിയില്ല.
ഇനി ആ ഒരു ശിക്ഷന്റെ അളവൊക്കെ കുറയും. കുറെ അടിച്ചാലും കുറെ ഇടിച്ചാലും കുറെ പിടിച്ചാലും തടവിലെടുത്താലൊക്കെ മാറും. പക്ഷെ നരകത്തിന്റെ ശിക്ഷ അങ്ങനല്ല, അത് ഒരേ ലെവലിലാണ്. അതിന്റെ അളവ് കുറയില്ല, കൂടല്ലാതെ. 1000 കൊല്ലം മാലിക് അലൈഹിസ്സലാമിനോട്, മാലിക്കേ ഞങ്ങൾ കുടുങ്ങി മാലിക്കേ, ഞങ്ങൾ കുടുങ്ങി, ഞങ്ങളാകെ കുടുങ്ങി, ഞങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം വേണം എന്ന് പറയുമ്പോ 1000 കൊല്ലം കഴിഞ്ഞിട്ട് നരകം കാക്കുന്ന മലക്കിന്റെ മറുപടി ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, മിണ്ടാതെ കിടക്കടോ, മിണ്ടിപ്പോകരുത് നിങ്ങള്. ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, എന്നോടൊന്നും പറയരുത്, മിണ്ടാതെ അവിടെ കിടന്നോളൂ. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു മറുപടിയാ. 1000 കൊല്ലം ആർത്തിരമ്പി ചോദിച്ചിട്ട് കിട്ടുന്ന ഒരു മറുപടി ഇങ്ങനെയാണെങ്കിൽ എന്താണ് അവിടുത്തെ ഗതി? വല്ലാത്ത ദുർഗതിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന്റെ ചൂടിനൊരു കുറവുമില്ല. ഇന്നഹാ സാഅത് മുസ്തഖറം വ മുഖാമാ, ഇന്നഹാ സാഅത് മുസ്തഖറൻ, കേന്ദ്രീകരിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിലെ ഏറ്റവും ദുഷിച്ച കേന്ദ്രം നരകമാണ്. വമുഖാമാ, താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ദുഷിച്ച സ്ഥലം നരകമാണ്. നരകത്തിലുള്ളതുപോലെ ദുഷിച്ച വാസനയുള്ള സ്ഥലമുണ്ടോ? ദുഷിച്ച വാസനയുള്ള സ്ഥലമുണ്ടോ? നരകത്തിൽ ശിക്ഷിക്കാൻ അല്ലാഹു വെച്ചിരിക്കുന്ന ജീവികളെ പോലെ ദുനിയാവിൽ എവിടെയെങ്കിലും ഒരുമിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള വിഷപ്പാമ്പുകൾ നരകത്തിലുണ്ട്, ഇവിടെ കടിക്കുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ കുത്തുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ വിഷം തെറുപ്പിക്കുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ കൊമ്പ് കൊണ്ട് കുത്തുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ മനുഷ്യനെ ആക്രമിക്കുന്ന എന്തെല്ലാം ജന്തുക്കളുണ്ടോ മുഴുവനും നരകത്തിലുണ്ട്. അതെല്ലാം കൂടി ദുനിയാവിലുണ്ടോ? ഇല്ലേ, ഇല്ല. കാരണം ചിലത് മണ്ണിനടിയിലാണ്, ചിലത് കടലിനടിയിലാണ്, ചിലത് വനാന്തരങ്ങൾക്കുള്ളിലാണ്, പലതും മനുഷ്യൻ കാണാത്തതാ. അതൊക്കെ ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലം ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമാ. ഏറ്റവും ഡിഗ്രിയുള്ള ചീഞ്ചലം ഒഴുകുന്നത് നരകത്തിലെ ചീഞ്ചലമാ. ഏറ്റവും അധികം ദാഹം വരുന്ന നേരം നരകത്തിലെത്തുമ്പോഴാണ്. നരകത്തിൽ ദാഹം വരുമോ? ദാഹം വരും. ദാഹിച്ചിട്ട് വലയുമോ? വലയും. ദാഹിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുന്നത് എന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, ഭക്ഷിക്കാൻ കൊടുക്കുന്നത് മുൾവൃക്ഷമാണ്. ഭക്ഷിക്കുമോ അത്? വിശപ്പിന്റെ ഊക്കുകൊണ്ട് നരകത്തിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന മുള്ളിന്റെ വൃക്ഷം എടുത്തൊന്ന് വായിലേക്ക് വെക്കുമ്പോഴേക്ക് മുള്ള് തൊണ്ടയിൽ തറച്ചുപോയി. തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണ്. ആനന്ദത്തിന്റെ ഒരു ഭക്ഷണം നരകത്തിലില്ല. സുഖിക്കാനൊരു നീര് നരകത്തിലെവിടെയും കിട്ടൂല. പിന്നെ വിഷം, പിന്നെയും ദാഹം വരുമ്പോ കുടിക്കാൻ കൊടുക്കുന്നത് എന്താണ്? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, കടുത്ത ചൂടുള്ള ചീഞ്ചലമല്ലേ കുടിക്കാൻ കൊടുക്കുന്നത്. അത് കുടിക്കുമോ? ഫശാരിബൂന ശുർബൽ ഹീം, കുടിക്കും സഹോദരങ്ങളെ. വിശന്ന് വലഞ്ഞിട്ട് രോഗം ബാധിച്ച ഒട്ടകം ചൂടുള്ള വെള്ളം മുന്നിലേക്ക് വെച്ചു കൊടുത്താലും വിശപ്പിന്റെ ദാഹത്തിന്റെ ഊക്കുകൊണ്ട് വലിച്ചു കുടിക്കുന്നത് പോലെ മനുഷ്യനത് വലിച്ചു കുടിക്കുന്നു. കുടിക്കലോട് അവന്റെ ശരീരം ഇഞ്ചിഞ്ചായി ചുട്ടുരുകുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോട് അടുപ്പിച്ചു വെക്കുമ്പോ ചുട്ടു പൊള്ളുന്ന രീതിയിലുള്ള വെള്ളമല്ലേ. യശ്വി നിങ്ങൾക്ക് പരിചയമുള്ള വാക്കല്ലേ? ഷവായ എന്ന് കേൾക്കലില്ലേ? മഷ്വി എന്ന് കേൾക്കലില്ലേ? അതേ ഭാഷയല്ലേ അല്ലാഹു ഖുർആനിൽ പറയുന്നത്.
പറയുന്നത് യശ്വിൽ വുജൂ, മുഖങ്ങളെ ചുട്ടുകരിക്കുന്ന വെള്ളമാണ്. അടുത്തേക്ക് വെക്കുമ്പോഴേക്ക് ചുണ്ടതിലേക്ക് വീണുപോയി, പല്ല് ഓരോന്നും വീണുപോയി. തൽസ്ഥാനത്ത് വീണ്ടും അല്ല ചുണ്ട് തന്നു, വീണ്ടും പല്ല് തന്നു, കുടിക്കാനൊക്കില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു ലോകം ദുനിയാവിലില്ല സഹോദരങ്ങളെ. ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ലോകം നരകലോകമാണ്. പോയി കടക്കരുത്, ചവിട്ടിപ്പോകരുത്, വാസന പോലും സൂക്ഷിച്ചു പോകരുത്. നരകം തൊടാതെ രക്ഷപ്പെടണം. ഈ ദുആ മറക്കരുത്. വലിച്ചെറിയപ്പെട്ടാൽ നരകത്തിൽ അയാൾ ഇങ്ങനെ താന്നുപോകും. അങ്ങനെ നരകത്തിന്റെ ഒരു ഗേറ്റിലേക്ക് അയാൾ എത്തിയാൽ അയാളോട് പറയും, അവിടെ നിൽക്ക്, കുറച്ചു നേരം അവിടെ നിൽക്ക് എന്ന് പറയും. എന്നിട്ട് അയാൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കും. അതേതാ വെള്ളമെന്നറിയുമോ? തേളിന്റെയും പാമ്പിന്റെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ വിഷത്തിലൂട്ടിയ ഒരു കപ്പാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ആ കപ്പിലെ വെള്ളം കുടിക്കാൻ വേണ്ടി ചുണ്ടിലേക്ക് വെക്കുമ്പോ കുടിക്കട്ടെ എന്ന് തോന്നിയിട്ടൊന്ന് ഉള്ളിലേക്ക് ഒരു മുറുക്ക് ഇറക്കുമ്പോഴേക്ക് ശരീരത്തിന്റെ ആന്തരിക ഭാഗങ്ങൾ അതിന്റെ കണക്ഷൻ വേറിട്ട് പോയി. കൊടൽമാല വേറെ പിരിഞ്ഞു, ശരീരത്തിന്റെ ലിവർ വേറെ പോയി, ശരീരത്തിന്റെ പിത്തസഞ്ചി വേറിട്ട് പോയി, പള്ളഭാഗം പൊട്ടിപ്പോയി. അവന്റെ ശരീരത്തിലെ രോമങ്ങള് മുടികള് എല്ലാം കൊടിഞ്ഞു വീണുപോയി. നിങ്ങൾക്ക് ഇത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ചില സംഗതികൾക്ക് വേണ്ടിയിട്ട്, ഓപ്പറേഷന് വേണ്ടിയിട്ട് ചില മരുന്നുകളും മറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാരെ പിരികം വരെ കൊഴിഞ്ഞു പോകാറില്ലേ? മുടിയൊക്കെ പോകാറില്ലേ? രോമങ്ങളൊക്കെ പോകാറില്ലേ? കാണാറില്ലേ നിങ്ങൾ പലരും? ഏറ്റവും ഉഗ്രൻ വിഷം കുടിക്കാൻ കൊടുത്താ പിന്നെന്തായിരിക്കും ഹാല്? കുടിക്കാൻ കൊടുക്കുന്ന ഒരു കപ്പ് കൊണ്ട് കിട്ടുന്ന ഇത് നരകത്തിലെത്തിയിട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകം മൂർത്തിട്ട് സ്വഹാബത്ത് വെള്ളം കുടിക്കാത്ത രാത്രിയുണ്ട്, വെള്ളം കുടിക്കാത്ത രാത്രിയുണ്ട്. നരകം മൂർത്തിട്ട് ഭക്ഷണം കഴിക്കാത്ത രാത്രിയുണ്ട്. ഉറക്കം വരാതെ എഴുന്നേറ്റിരുന്നിട്ട് ദിനങ്ങളോളം ഉറക്കം കിട്ടാതെ വിഷമിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ കഥകൾ കേട്ടിട്ട് സ്പോട്ടിൽ വീണ് മരിച്ചവരുണ്ട്. നരകത്തെപ്പറ്റി ഒരു സദസ്സിൽ ഇങ്ങനെ തങ്ങൾ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുത്തു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വയസ്സനായ സ്വഹാബിയുണ്ട് അവിടെ, പ്രായമുള്ള സ്വഹാബി. വടിയും കുത്തിപ്പിടിച്ച് നടന്ന ആ സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഹിജാറത്തു ജഹന്നമ കഹിജാറത്തി ദുനിയാ, ജഹന്നമിലെ പാറക്കല്ലുകള് ദുനിയാവിലെ പാറ പോലെയാണോ? ദുനിയാവിൽ ഒരുപാട് പർവ്വത നിരകളിലുള്ള പാറകൾ കണ്ടിട്ടില്ലേ? പരന്ന് കിടക്കുന്ന ആഴമറിയാത്ത പാറകൾ കണ്ടിട്ടില്ലേ? ഇതുപോലെയാണോ ജഹന്നമിലെ പാറക്കല്ലുകള്? തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലസഖറത്തും മിൻ സഖരി ജഹന്നമ അഅളമു മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ. നരകത്തിലെ ഒറ്റ പാറക്കല്ല് ദുനിയാവിലെ പർവ്വതങ്ങളിലുള്ള മൊത്തം പാറക്കല്ലിനെക്കാളും വലുപ്പം കൂടിയതാണ്. ഒരു കല്ലിന്റെ വലുപ്പം തന്നെ ദുനിയാവിലെ മൊത്തം മലകളിലുള്ള കല്ലിനെക്കാളും വലുപ്പമുണ്ട് എന്നങ്ങ് പറയേണ്ട താമസം ആ മനുഷ്യന്, ആ പ്രായമുള്ള സ്വഹാബി ബോധം കെട്ടവിടെ വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ എടുത്ത് മടിയിൽ വെച്ച് നെഞ്ചിന്റെ ഭാഗത്ത് തങ്ങളിങ്ങനെ കൈവച്ചു നോക്കിയപ്പോ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ട്. വിളിച്ചപ്പോ അദ്ദേഹം കണ്ണു തുറന്നു. ബോധത്തോടെ തുറന്നപ്പോ തങ്ങൾ ചൊല്ലിക്കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനത്തെ മിടിപ്പാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി. ചൊല്ലിക്കോളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കണ്ണടച്ചപ്പോ സ്വഹാബ
സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് അല്ലാഹ് സ്വർഗം കൊടുക്കും. സ്വഹാബ, നിങ്ങൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. ജഹിസു സ്വാഹിബക്കും ഫഇന്നൽ ഫറഖ ഫലദക ബിദഹു. നിങ്ങളെ കൂട്ടുകാരന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ പറിച്ചു കളഞ്ഞത്. ജീവൻ പോകാനുള്ള കാരണം പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ്. ജഹന്നമിനെ പേടിച്ചിട്ടല്ലേ മരിച്ചുപോയത്. സ്വർഗമുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു സദസ്സിൽ വന്നിട്ട് ജഹന്നമിന്റെ വിവരണം കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലങ്ങ് പേടി വന്നിട്ട് ഒരാളങ്ങ് പേടിയോ കൂടിയിട്ട് മരിച്ചിട്ട് സ്വർഗം കൊടുക്കാണോ? ഞങ്ങൾ എത്ര കാലായി ദീനിനെ അധ്വാനിക്കുന്നത്, എത്ര ജിഹാദിൽ പങ്കെടുത്തു, എത്ര നിസ്കരിച്ചു, എത്ര ജമാഅത്തിൽ കൂടി, എന്തിനെല്ലാം നേതൃത്വം നൽകി. അമിൻ ബൈനിനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കിടയിൽ വെച്ചാണോ നബിയെ ഈ സ്വർഗത്തിന്റെ വാഗ്ദാനം? മുത്തുനബി തങ്ങൾ പറഞ്ഞു, അതെ, അല്ലാഹു ആർക്കാണ് സ്വർഗമെന്ന് പറഞ്ഞത്? ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. എന്റെ മുന്നിലുള്ള നൃത്തം പേടിച്ച് ജീവിച്ചവർക്കാണ്. എന്റെ താക്കീതുകളെ വിശ്വസിച്ചാൽ മാത്രം പോരാ, നന്നായി പേടിച്ചവർക്കാണ് സ്വർഗം. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ അവസാനം പറഞ്ഞതും അങ്ങനെയാണ്. ദാലിക ലിമൻ ഖശിയ റബ്ബാ. ഈ സൗകര്യങ്ങളൊക്കെ സ്വർഗത്തിലുണ്ട്, പക്ഷേ അത് പടച്ചോനെ പേടിക്കുന്നവർക്കുള്ളതാണ്. നരകത്തെ പേടിക്കണം, പേടി വേണം കൽബില്. അങ്ങനെ ജീവിച്ച മഹാന്മാർക്കും ഏറ്റവും വലിയ പേടിയുള്ളത് നരകമാണ്. നരകത്തെ പേടിച്ചിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എനിക്കാകെ പേടി തോന്നിയത് റജബിൽ മിഅ്റാജിൽ പോയപ്പോ ആകെ പേടി തോന്നിയത് ഒരൊറ്റ സന്ദർഭത്തിലാണ്. എപ്പോഴാന്ന് ചോദിച്ചു, നരകം കാണിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ എന്നെ വിട്ടു നരകം കാണിക്കാൻ വേണ്ടി. അങ്ങനെ നരകം ഞാൻ ഇങ്ങനെ കണ്ടപ്പോ നരകം കാക്കുന്ന മലക്കിനെ ഞാൻ കണ്ടു. സുബ്ഹാന മൻ ജല്ലാ, വല്ലാത്തൊരു നൃത്താണ്. ആ മലക്കിന്റെ നൃത്തം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു സലാം പറഞ്ഞു, സലാം മടക്കി ഞാനൊന്ന് ചിരിച്ചു. അവിടുത്തെ ആ സുന്ദര വദനം കണ്ടാൽ ആരാ ചിരിക്കാതിരിക്കുക സഹോദരങ്ങളെ? ഒന്ന് ചിരിച്ചാൽ തിരിച്ച് ചിരിക്കാതിരിക്കാരാ? തിരിച്ച് ചിരിച്ചില്ല, അപ്പൊ എനിക്ക് പേടിയായി. ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. നബിയെ, മാലിക്കുൻ ഖാസിനുന്നാർ, നരകം കാക്കുന്ന മാലിക് അലൈഹിസ്സലാമാണത്. തങ്ങൾ സലാം പറഞ്ഞു എന്ന് വെച്ചു. സലാം പറഞ്ഞു. മടക്കിയോന്ന് വെച്ചു. മടക്കി. തങ്ങൾ ചിരിച്ചോ നബിയെ? ഞാൻ ചിരിച്ചു, പക്ഷെ എന്നോട് തിരിച്ച് ചിരിച്ചില്ല. തങ്ങളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ ലാ യൽഹഖു ഇലാ അഹദിൻ അബദാ, ചിരിക്കുമായിരുന്നെങ്കിൽ ചിരിക്കേണ്ട ഒരു ചാൻസ് അത് തങ്ങളോടാകുമായിരുന്നു. ഇനി ഒരു കാലത്തും ഒരാളോടും ചിരിക്കൂല നബിയെ. ചിരി അറിയാത്തത് കൊണ്ടാണ് കാവൽ നിൽക്കുന്നത് നരകത്തിനാണ്. മലക്കിനെ കണ്ട് പേടിച്ചു പോയി. മലക്കിനെ കണ്ടിട്ടന്നെ അങ്ങനെയാണെങ്കിൽ മലക്ക് പുറത്തല്ലേ, നരകപ്പുറത്തല്ലേ? ഇതായിരിക്കും നരകത്തിന്റെ ഭയാനകത. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിലേക്ക് പോകുന്നൊരു വാക്കും ഒരു പ്രവൃത്തിയും ഉണ്ടാകാതെ അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. നരകത്തിലൊന്നും കുടുങ്ങേണ്ട ഒരു അവസ്ഥയും അള്ളാഹു തരാതിരിക്കട്ടെ. നരകത്തിൽ പോകുന്ന ദാരുണമായ ഒരു ജീവിതം അള്ളാഹു തര നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒരാൾക്കും അള്ളാഹു നൽകാതിരിക്കട്ടെ. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം, നല്ല ചിന്ത വേണം, പേടി വേണം. പടച്ച റബ്ബിന്റെ നരകം ഭയാനക ലോകമാണ്, ചെറുതല്ല, വലിയൊരു ലോകമാണ്. അതിൽ പോയി കടന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല, പോയി വീണാൽ സലാമത്താകാൻ കഴിയില്ല. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉസ്താദെ ആരെങ്കിലുമൊക്കെ നരകത്ത് പോകും. നരകത്തിന് മൊത്തം 7 തട്ടാണ്. നരകത്തിന് മൊത്തം 7 തട്ടാണ്. അതിൽ ഒന്നാമത്തെ തട്ട് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് ആർക്കാ? ലിൽ ആസീനൽ മുവഹിദീൻ, തെറ്റുകാരായ മുവഹിദീങ്ങൾക്ക്. അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, മുത്തുനബി തങ്ങളെ വിശ്വാസമുണ്ട്, തെറ്റുന്നോല് കൂടുമാറിയിട്ടില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, തെറ്റ് ഒഴിവാക്കി ജീവിച്ചിട്ടില്ല. തെറ്റാണെന്ന് അവർക്കറിയാം, മാറണം എന്നൊക്കെ അറിയാം. സമയമായിട്ടില്ല എന്ന് പലരും മനസ്സിൽ, നേരായിട്ടില്ല. ഇനി എത്ര വയസ്സുണ്ട്, എത്ര റമദാൻ വരാണ്ട്, എത്ര ലൈലത്തുൽ ഖദർ വരാണ്ട്, ആര് കണക്കൂട്ടി? ഈ റമദാനിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ആര് കണക്കൂട്ടി സഹോദര? ഇത്ര പ്രായണ്ട്. നിന്നെ പോലെ പ്രായത്തിന്റെ പളവളപ്പിൽ ജീവിച്ച പലരും ഖബറിലെത്തിയിട്ടില്ലേ?
ആഗ്രഹം സഫലീകരിക്കാതെ എത്ര ആള് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. ഒന്ന് ആലോചിച്ചൂടെ, ഒന്ന് മാറിക്കൂടെ? ഇപ്പോഴും കറക്റ്റ് നിസ്കരിക്കാനായിട്ടില്ലേ? ഇപ്പോഴും ഹറാമെന്ന് മാറാനായിട്ടില്ലേ? ബന്ധോഷത്തുനിന്ന് തിരുത്താനായിട്ടില്ലേ? ഇനി എന്ന് മാറും? അങ്ങനെ മാറാതെ തിരുത്താതെ ജീവിച്ച ആണും പെണ്ണും വിശ്വാസത്തിന് കറന്നു പറ്റിയിട്ട്, പക്ഷേ ദോഷം മുൻപന്തിയിലാണ്, ദോഷം മുന്നിലാണ്. അമല് നോക്കുമ്പോ സീറോയാണ്, രക്ഷപ്പെടുത്തുന്ന ഒന്നുമില്ല. ദോഷം കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. വൻകുറ്റങ്ങളാണെങ്കിൽ വൻകുറ്റങ്ങള്, ഹറാമാണെങ്കിൽ ധാരാളം ഹറാമുകള്. പിടിച്ചിടാനുള്ള നരകമാണ് ഒന്നാമത്തെ തട്ട്. ഒന്നാമത്തെ തട്ടിലും ശിക്ഷയുണ്ട്. ആ ശിക്ഷയും സഹിക്കാൻ പറ്റുന്നതാണോ? അല്ലേ? അല്ല. ഭയാനക ലോകമായ നരകത്തിലേക്ക് പോകരുത്. ഉമ്മമാരെ, നരകത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ തസ്തികയിലൊന്നും നമ്മൾ പെടരുത്. നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ഒരുപാട് കൂട്ടരുണ്ട്. ആ കൂട്ടരിലൊന്നും നമ്മൾ പെട്ടേക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലാണെന്ന് പറയുന്ന പെൺവിഭാഗത്തിലും ആൺ വിഭാഗത്തിലും പെട്ടുപോകരുത്. നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് തീർപ്പ് പറഞ്ഞ ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. ഇതിൽ പെട്ടുപോകരുത്. മൂന്ന് കൂട്ടം ആളുകൾ എണ്ണിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ 3 കൂട്ടം ആളുകൾക്കും, പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്ന് 3 കൂട്ടം ആളുകൾക്ക് അല്ലാഹു തആല നരകം കൊടുക്കും. എണ്ണി പറഞ്ഞു. ഒന്ന് അദ്ദയ്യൂസ്. ദയ്യൂസ് ആണ് ഒന്നാണ്. ഈ കാലഘട്ടത്തിലുണ്ട്. ആരാണ് ദയ്യൂസ്? സ്വന്തം കുടുംബത്തിന്, സ്വന്തം ഇണക്ക്, സ്വന്തം കുടുംബിനിക്ക് മറ്റൊരാളുമായിട്ടുള്ള ചാറ്റിങ്, അല്ലെങ്കിൽ അവിഹിത ബന്ധം, അല്ലെങ്കിൽ യാത്ര, അല്ലെങ്കിൽ പോയി അമ്മാനമാടാൻ, പോയി ശരീരം പണയം വെക്കാൻ ഒരു എതിർപ്പില്ലാതെ വിട്ടുകൊടുക്കുന്ന പുരുഷൻ, അവനാണ് ദയ്യൂസ്. അങ്ങനത്തെ ആൾക്കാർ വർദ്ധിച്ചു വരാണ്, കുറഞ്ഞു വരില്ല. ഇപ്പൊ കല്യാണം കഴിച്ച് വന്ന ഉടനെ തന്നെ ചെന്ന് സംസാരിക്ക്. ഫ്രണ്ടാ വിളിക്കുന്ന, ബേക്കാ വിളിക്കുന്ന ഫോൺ കൊടുക്കുക. ആർജവള്ള പെണ്ണ് പറയണം, ഈ ആണിന്റെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് അല്ലാഹു സംസാരം ഹലാലാക്കിയവരോട് മാത്രമേ സംസാരിക്കൂ എന്ന് പറയണം. എന്നിട്ട് അവരെ കിന്നാരം കേട്ടിട്ട് ഇവനെ കിന്നരിപ്പിക്കാനാണ് അവരോട് സംസാരിക്കാൻ പറയുന്നത്. മനസ്സിലായോ? പുതിയാപ്പളന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? അവര് പറയും പോലെ നിന്നു കൊടുക്കാനും ഇവരെ സുഖിപ്പിക്കാനും ഇതിനൊക്കെ. ഇവനെങ്ങനെ ഹലാലായി സുഖിപ്പിക്കണ്ടെന്ന് പാ പെണ്ണിനെ അറിയില്ല. അത് പോലും ഓതി കൊടുത്തിട്ട് വേണം, ഓല് കിന്നരിച്ചിട്ട് വേണം. വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവമാണ്. അന്യരുടെ കൂടെ സ്വന്തം പെണ്ണിനെ വിടുക എത്ര നെറികെട്ട സംഗതിയാണ്. എന്നിട്ട് അവന് സുഖിക്കേണ്ടതൊക്കെ സുഖിച്ചിട്ട് ബാക്കി ചപ്പു ചാവലായിട്ട് തിരിച്ചു കൊടുന്നേൽപ്പിക്കുക. ആണിനൊരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല. അവന് നരകത്തിൽ കടന്നിട്ടേ പോകും. പാലത്തുമക്കൂടെ മുട്ടെടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ടീം മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്, അവന് നരകമുണ്ട്. മൂന്നാമത്തെ കക്ഷി ഖാതിഉർ റഹ്മി, കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്. നല്ല സുഖമുള്ള മെമ്പർമാരെന്നല്ലേ? ഞാനിങ്ങനെ പെട്ടെന്ന് എണ്ണിപ്പോയി വിശദമായി പറയാത്ത, പെട്ടെന്ന് എണ്ണിപ്പോയി ചില കേൾക്കാൻ വേണ്ടി, നമ്മൾ അനുസരിക്കാൻ വേണ്ടി. ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന കൂട്ടരില് 5 ആളെ എണ്ണിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എണ്ണിയത് ആരെന്നറിയോ? ഉലമാഇനെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉലമാ നരകത്തിലേക്ക് ഹിസാബില്ലാതെ വലിച്ചെറിയും. കേൾക്കാൻ സുഖം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എന്താ കാരണം പറഞ്ഞറിയോ? ബിൽ ഹസദി, അസൂയാണ് കാരണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ആലിമിനോട്, ഒരു മുത്തല്ലിമിനോട് അസൂയ വേണ്ട. അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പദവികളിൽ, വലുപ്പങ്ങളിൽ അൽഹംദുലില്ലാഹ് സന്തോഷം പറയണം. ഒരാളും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ നിൽക്കരുത്. ഓരോരുത്തർക്ക് കണക്കാക്കിയത് അല്ലാഹു തആലയാണ്. അത് അല്ലാഹു തആല ആ സ്ഥാനം കൊടുത്തോളും. നമ്മൾ അതിന് മികവോ അതിന് ഇകഴ്ത്തലോ കുറ്റം പറച്ചിലോ നമ്മളെ ഭാഗത്തുനിന്ന് വേണ്ട. ബഹുമാനം അല്ലാഹു നൽകിയ അടയാളങ്ങളുള്ളവരാണോ നമ്മൾ ബഹുമാനിച്ച്, അതിനൊരു കുറവുണ്ടാകരുത്. നമ്മൾ അവരെ പറഞ്ഞിട്ട് നമ്മളെ ശിഷ്ടകാല ജീവിതം തകർക്കരുത്. അവരെന്തെങ്കിലും തിന്മ ചെയ്തോ അവരും പടച്ചോനേറ്റോട്ടെ. നമ്മൾ തന്നെ പറയേണ്ട ആൾക്കാരല്ലല്ലോ. അത് അസ് കെട്ടി ദ്വാരം നിന്ന് പടച്ചോനെ ഷാഫി ഇമാം തങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാ ദ്വാന്റെ ഗൗരവം.
ഷാഫി ഇമാമ് തങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകും. സ്റ്റേജ് കെട്ടിയിട്ട് ദ്വാരന്നിരിക്കുക. ഹസദ് വെച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പെട്ടെന്ന് വരും മരിക്കാൻ വേണ്ടി ദ്വാരുന്നു എന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു സാരല്ല എന്ന് പറഞ്ഞു. മഹാനുഭാവന്റെ മനസ്സങ്ങനല്ലേ, തമന്നാ ഉനാസുൻ അൻ അമൂതാ വ ഇൻ അമുത് ഫതിൽകാ സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദിഹി. കുറെ ആളുകൾക്ക് ഞാൻ മരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹം തന്നെയാണ്. പക്ഷെ മരണം എനിക്ക് മാത്രമുള്ളതല്ലോ, മരണം അവർക്കും ഉണ്ടല്ലോ. ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ അതിൽ പരാതി ഒന്നും പറയുന്നില്ല. ഓല് ആഗ്രഹിച്ചോട്ടെ, അത് എനിക്ക് മാത്രമുള്ള ഒരു കാര്യം ആകുമ്പോഴല്ലേ ആഗ്രഹിക്കുന്നതിന് അർത്ഥമുള്ളൂ. ഷാഫി മാമതങ്ങൾ പറയാണ് അത് എനിക്ക് മാത്രമുള്ളതല്ലോ മരണം, അവർക്ക് ഒരാളല്ലേ. ഷാഫി മാമതങ്ങൾ മരിക്കണം എന്ന് ദ്വാരുന്ന ആ മനുഷ്യൻ എന്തിനാ ആഗ്രഹിച്ച് ദ്വാരുന്ന അറിയോ? ഷാഫി മാമതങ്ങൾ വഫാത്തായിട്ട് ആ വീട്ടിലേക്ക് വരുന്ന 150, 250, 350 പഠിതാക്കളൊക്കെ മറ്റാളെ വീട്ടിലേക്ക് ചെല്ലണം. അപ്പൊ അവിടെ കുറെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയല്ലോ. പക്ഷെ അതിന് അള്ളാഹു യോഗം കൊടുത്തില്ല. ഷാഫി ഇമാം തങ്ങൾ വഫാത്തായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മറ്റാൾ രോഗഗ്രസ്തരായി കടന്നു. അടുത്ത 2 ആഴ്ചന്റെ ഉള്ളിൽ മറുകയാ, മരിച്ചു ചെയ്തു. ഹസദ് വെക്കരുത്, ഒരാൾക്കും അള്ള കൊടുത്ത നിയമത്തിൽ ഹസദ് വെക്കരുത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്കണം. ഹസദ് വെക്കാറ് മനസ്സിലായോ? ഓൻ അങ്ങനായോ, ഓൻക്ക് എവിടുന്ന അങ്ങനെ, ഓന്റെ റബ്ബേ അത്ര ഉണ്ടായോ, അങ്ങനെ പറയണ്ട. അൽഹംദുലില്ലാ, അല്ലാഹ് ഖൈറായി കൊടുക്കട്ടെ പറഞ്ഞാൽ മതി. ഇതാപ്പോ പറയുന്നു കുഴപ്പം. ഒരാൾക്ക് അല്ലാഹ് ഇൽമ ഏറെ കൊടുത്തു, സ്ഥാനം ഏറെ കൊടുത്തു, സമ്പത്ത് ഏറെ കൊടുത്തു, ഒന്നിലും ഹസദ് കാണിക്കണം. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ഉലമാ അങ്ങനെ ഒരു ഹസദിന്റെ പേരിലാണ് ഹിസാബില്ലാതെ പോകുന്നത് പറയുമ്പോ പിന്നെ ബാക്കിയുള്ള ഒരു കാര്യം കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. അവിടെ ആലിമീങ്ങളായിട്ട് പോലും അവിടെ വിട്ടുവീഴ്ചല്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഹിസാബില്ലാതെ സ്വർഗത്ത് പോകുന്ന ആൾക്കാരെ പറഞ്ഞ നരകത്ത് പോണവരുണ്ട്, അവരെ കൂട്ടത്തിൽ എണ്ണിയതാണ്. അത് നന്നായി ആലോചിക്കണം. നരകത്തിൽ നിന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ എന്റെ ഭാഷണം നിർത്തുന്നു. നാളെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പറയണം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ.